നമസ്കാരം. ഇയോൻടി പുലർകാലത്തിലേക്ക് പ്രിയപ്പെട്ട പ്രേക്ഷകർക്ക് ഹാർദമായ സ്വാഗതം. ലോകത്തെവിടെയും ഒരു മലയാളി ഒന്ന് ചിരിച്ചു കിട്ടാനും വലിയ പാടാന്ന് ഒരു കാലം വരെ പറയാറുണ്ടായിരുന്നു. കാരണം അങ്ങനെ ചിരിക്കാനായിട്ട്, അതും പരസ്യമായിട്ട് ചിരിക്കാനൊക്കെ മടി കാണിക്കുന്ന ഒരു കാലം ഉണ്ടായിരുന്നു. പക്ഷേ ഇന്നത്തെ നമ്മുടെ പുലർകാലങ്ങൾ അങ്ങനെയല്ല. രാവിലെ തന്നെ നമ്മുടെ വാർത്തകൾ കാണുന്ന സമയത്ത് എല്ലാവരും ചിരി ആരംഭിക്കും. കാരണം പണ്ട് കാലത്ത് മിമിക്രി ആർട്ടിസ്റ്റുകളെല്ലാം ഒരു തീം കിട്ടാനായിട്ട് ആശയദാരിദ്ര്യം വളരെ ബുദ്ധിമുട്ടിയിരുന്നു. എന്നാൽ ഇന്ന് ഇഷ്ടംപോലെ വിഷയങ്ങൾ നിരവധി സമ്മാനിക്കുന്ന വാർത്തകളാണ് നമ്മുടെ നാട്ടിൽ, പ്രത്യേകിച്ചും നമ്മുടെ ചുറ്റുവട്ടത്ത്. അങ്ങനെ ചിരിയിലൂടെ മാത്രമല്ല, ചിരിയിലൂടെ ചിന്തിക്കുക, അത് മറ്റുള്ളവർക്ക് പകർന്നു കൊടുക്കുക എന്ന് പറയുന്ന ഒരു നിയോഗം ശ്രദ്ധിച്ച ഒരു വ്യക്തിത്വം ഇന്ന് പുലർകാലത്തിൽ നമ്മളോടൊപ്പം എത്തിയിരിക്കുന്നു. ഞാൻ അദ്ദേഹത്തെക്കുറിച്ച് കൂടുതലായിട്ട് എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഫേസ്ബുക്കിൽ 3 ലക്ഷത്തിലേറെ ഫോളോവേഴ്സുള്ള അദ്ദേഹത്തോട് ചെയ്യുന്ന ഏറ്റവും വലിയൊരു ഇതായിരിക്കും. കാരണം ഒരു ഇൻട്രൊഡക്ഷന് ആവശ്യതയില്ല. ശ്രീ കൊച്ചൗസേപ്പ് ചിറ്റലപ്പള്ളി സാറിനെ പുലർകാലത്തിലേക്ക് ഹാർദമായിട്ട് ക്ഷണിക്കുന്നു. ഞാൻ പറയാൻ കാര്യം, കൊച്ചിയിലൊരു ലാഫർ ക്ലബ്ബുണ്ട്. ചിരിക്കാരുടെ ക്ലബിൻ്റെയൊക്കെ സജീവ അംഗമാണ്. സ്റ്റേഡിയം ബേസ്ഡ് ആയിട്ടുള്ള നടത്തത്തോടൊപ്പം തന്നെയുള്ള ചിരിച്ചുകൊണ്ട് നടക്കുക, ചിരി തന്നെയാണ് ജീവിതത്തിൻ്റെ ആരോഗ്യ ലക്ഷണമെന്ന് അദ്ദേഹം തെളിയിച്ചു. മാത്രമല്ല, ഞാൻ വാർത്തകളുടെ കാര്യം എടുത്തു പറയാനുള്ള കാരണം, ഇന്ന് രാവിലെ കൂടി പത്രം വായിച്ച സമയത്ത് മനസ്സുകൊണ്ട് ചിരിക്കാനായിട്ട് നമുക്ക് ചില സന്ദർഭങ്ങൾ തരുന്നു. അത് പ്രത്യേകിച്ചൊരു വാർത്ത എടുത്തു പറയുന്നില്ല, ഏത് വാർത്തയിലും പ്രധാനമായിട്ട് വരുന്നില്ല. ശരിയല്ലേ? അങ്ങനെ തോന്നിയിട്ടുണ്ടോ ഒരു പുലർകാലത്തിലെ ഇന്നത്തെ ഒരു ജീവിതചര്യയിൽ? എന്ത് തോന്നുന്നു സാർ? തീർച്ചയായിട്ടും ഞാനും ദിവസവും 2-3 പേപ്പർ നോക്കാറുള്ളതാണ്. അപ്പോൾ ഒത്തിരി കാര്യങ്ങൾ നമുക്ക് തന്നെ എന്താ പറയുക, ഒരു മണ്ടൻ കളിയായിട്ട് തോന്നാറുണ്ട്. അതായത് ജനങ്ങളെ ഫൂളാക്കുന്ന മാതിരിയുള്ള എന്താ പറയുക അഭിപ്രായങ്ങൾ പറയുന്നു, അല്ലെങ്കിൽ പ്രസ്താവനകൾ നടത്തുന്നു. അതൊക്കെ കാണുമ്പോൾ ഞാനും ചിരിക്കാറുണ്ട്. ഞാൻ ചോദിക്കട്ടെ, ഈ ചിരിക്കുക എന്നുള്ള പറഞ്ഞു കഴിഞ്ഞാൽ ഫേസ്ബുക്കിൽ പലപ്പോഴും കാണാം നോട്ടബിളായിട്ടുള്ള സന്ദേശങ്ങൾ, അല്ലെങ്കിൽ ഏറ്റവും നല്ല ബ്ലണ്ടറുകൾ, ഇതെല്ലാം തന്നെ പോസ്റ്റ് ചെയ്യുക, ഇത് ജനങ്ങൾ അറിയണം എന്നുള്ള താല്പര്യം. അങ്ങനെ ഒരു പോസിറ്റീവ് തിങ്കിങ്, അതിപ്പോൾ എന്ന് പറഞ്ഞാൽ നമ്മുടെ ജീവിതത്തിൽ കുറഞ്ഞു പോകുന്ന ഒരു പ്രതിഭാസം കൂടിയിട്ടാണ് ഈ പോസിറ്റീവ് തിങ്കിങ്. എന്ത് കാര്യത്തിലും ഒരു നെഗറ്റീവ് മാനസികാവസ്ഥ കൊണ്ടു നിർത്തുക, അതിന് വളരെ അഗേൻസ്റ്റ് ആണല്ലോ സാറിൻ്റെ ജീവിതം. മാത്രമല്ല ഈ പറഞ്ഞ പോലെ തന്നെയുള്ള പ്രവൃത്തിയും. ഞാൻ അതിനെക്കുറിച്ച് ചോദിച്ചത്. എൻ്റെ ഒരു അഭിപ്രായത്തിൽ, പ്രത്യേകിച്ച് ഞാൻ ഈ പേപ്പറൊക്കെ വായിക്കുമ്പോൾ അതിനകത്ത് എനിക്ക് കൗതുകം തോന്നിയിട്ടുള്ള കാര്യങ്ങൾ, ഇമ്പോർട്ടൻ്റ് ആയിട്ട് തോന്നിയിട്ടുള്ള കാര്യങ്ങൾ പേപ്പർ കട്ട് ചെയ്ത് അത് ഫേസ്ബുക്കിൽ പോസ്റ്റ് ചെയ്യാറുണ്ട്. ഒന്നുമല്ല, എന്നെ സ്നേഹിക്കുന്ന ധാരാളം ഫോളോവേഴ്സ് അത് കണ്ടോട്ടെ, അവർ കണ്ടിട്ടില്ലെങ്കിലോ കണ്ടോട്ടെ എന്ന് വിചാരിച്ചിട്ടാണ്. അപ്പോൾ ആ കൂടിയുള്ള പ്രോബ്ലം, ഡെയിലി പേപ്പറൊക്കെ വായിച്ച് കഴിയുമ്പോൾ കുറേ പേപ്പർ ഇത് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ വൈഫിന് വലിയ പരാതിയാണ്. കാരണം പുള്ളിക്കാരത്തേക്ക് വായിക്കാറാകുമ്പോഴേക്കും കുറേ ഹോളുകൾ ബാക്കി നിൽക്കുന്നുണ്ടാവും. ആ ഒരു പ്രശ്നമുണ്ട്. അതർവൈസ് ഒരു ഇൻഫർമേഷൻ പാസ് ഓൺ ചെയ്യുന്നു. ഈ പ്രതികരണശേഷി കുറയുന്ന ഒരു കാലഘട്ടമാണിത്. പ്രത്യേകിച്ച് ചില കാര്യങ്ങളിൽ മാത്രം പ്രതികരിക്കുക, ചിലതിലൊന്നും പ്രതികരിക്കേണ്ട എന്നുള്ളൊരവസ്ഥയിലേക്ക് വരുന്ന കാലമാണ്. അവിടെയൊക്കെയാണ് ഒരു റോൾ മോഡൽ പോലെ പ്രതികരിക്കേണ്ട പല ഘട്ടങ്ങളിലും ഇങ്ങനെയാണ് പ്രതികരിക്കേണ്ടത് എന്ന് ഒരു തലമുറയ്ക്ക് പറഞ്ഞു കൊടുക്കുക. ഞാൻ ഇന്ന ഇൻസിഡൻ്റ് എന്ന് എടുത്ത് പറയുന്നില്ല, നിരവധി ഇൻസിഡൻസ്. അല്ല, എൻ്റെ ഒരു അഭിപ്രായത്തിൽ തീർച്ചയായിട്ടും നമ്മൾ ചില കാര്യങ്ങളിൽ പ്രതികരിക്കണം. പ്രതികരണശേഷി നഷ്ടപ്പെട്ടത് കൊണ്ടാണ് മറ്റുള്ളവർ നമ്മുടെ തലയിൽ കയറിയിരുന്ന് നിരങ്ങുന്നത് എന്നെനിക്ക് തോന്നാറുണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും ജനങ്ങൾ പ്രതികരിക്കുന്നില്ല എന്നല്ല ഞാൻ പറയുന്നത്. കുറേയും കൂടി പ്രതികരിച്ചാൽ നന്നായിരുന്നേനെ. ഇവിടുത്തെ നമ്മുടെ ഇപ്പോൾ ഗാർബേജ് സിസ്റ്റത്തിൻ്റെ കാര്യത്തിലോ, അല്ലെങ്കിൽ റോഡ് കുണ്ടും കുഴിയുടെ കാര്യത്തിലോ, അല്ലെങ്കിൽ വേസ്റ്റ് മാനേജ്മെൻറ്റിൻ്റെ കാര്യത്തിലോ കുറേയും കൂടിയൊക്കെ പ്രതികരിക്കാത്തതിൻ്റെ ഒരു കാരണം എനിക്ക് തോന്നാറുണ്ട്. ഈ മുല്ലപ്പെരിയാർ പോലെയുള്ള ഇഷ്യൂ വരുന്ന സമയത്ത് അങ്ങ് വളരെയധികം വാർത്താ പ്രാധാന്യം നേടുന്ന കാര്യങ്ങളാണ്. പുലർകാലത്തിലൂടെ പലർക്കും അറിയാവുന്നതായിരിക്കാം, എന്നാൽ ഒന്നും കൂടി അറിയുന്നത് നന്നായിരിക്കും. എത്ര കണ്ട് ഭവിഷ്യത്ത് വരും ഒരു നാടിന് എന്നുള്ളത്. ഈ അടുത്ത കാലത്ത് തമാശയ്ക്ക് ഒരാൾ കൊച്ചിയിലെ വൈറ്റ്ലയിലെ തിരക്കിൽ കിടക്കുമ്പോൾ പറഞ്ഞു, മുല്ലപ്പെരിയാർ എന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞാൽ ഇവിടെ 12 അടി വെള്ളമായിരിക്കും ഉണ്ടായിരിക്കാൻ സാധ്യത എന്ന മനക്കണക്കിലേക്ക് വരെ ഒരു തമാശ മട്ടിൽ എത്തിക്കഴിഞ്ഞിരിക്കുന്നു. ആ സമയത്താണ് അതിൻ്റെ സൊല്യൂഷൻ പോലെ തന്നെ വളരെയധികം ശ്രദ്ധേയമായ കാര്യങ്ങൾ അങ്ങ് ഒരു ഒറ്റയാൾ പട്ടാളം പോലെ തന്നെ സജസ്റ്റ് ചെയ്തത്. അല്ല, എനിക്ക് തോന്നിയത് എല്ലാവരും അതിനെപ്പറ്റി കരഞ്ഞുകൊണ്ട് നടക്കുക. അതായത് ഒരുപാട് അങ്ങോട്ടും ഇങ്ങോട്ടും അലിഗേഷൻസ്, അവരെ കുറ്റം പറയുന്നു, ഇവരെ കുറ്റം പറയുന്നു, തമിഴ്നാട് ഗവൺമെൻറ്റിനെ കുറ്റം പറയുന്നു. അതേസമയം ഇതിനകത്തൊരു പരിഹാരം ഇല്ലേ? തന്നെയല്ല, ഇത്രയും വർഷങ്ങൾക്ക് മുമ്പ് പണിതൊരു ഡാം
അത് നിലനിർത്തണമെങ്കിൽ അതിന് സ്ട്രെങ്തൻ ചെയ്യാനായിട്ടുള്ള മാർഗ്ഗമില്ലേ എന്ന് അന്വേഷിച്ച് നടന്നപ്പോഴാണ് അതിൻ്റെ എക്സ്പെർട്സായിട്ട് ഡിസ്കസ് ചെയ്തത്. ഞാൻ അതിനകത്ത് എക്സ്പെർട്ടൊന്നുമല്ല. ഞാൻ ബാംഗ്ലൂരുള്ള ഈ ഡാം എക്സ്പെർട്ട് ഒരാളെ മീറ്റ് ചെയ്തു. പുള്ളി റിട്ടയർഡ് ഒരു PhD ഉള്ള പ്രൊഫസറാണ്. പുള്ളി പറഞ്ഞ അതിന് സൊല്യൂഷൻ ഉണ്ട്, എന്നാൽ സാറേ എന്നാൽ ഒന്ന് കാണിച്ചു തരണം അല്ലെങ്കിൽ സജസ്റ്റ് ചെയ്യണം എന്നൊക്കെ പറഞ്ഞപ്പോൾ പുള്ളി അതിന് നല്ലൊരു സൊല്യൂഷനൊക്കെ ആയിട്ട് വന്നു. അപ്പോൾ അതിൻ്റെ കണക്ക് ഞാൻ ആദ്യം വിചാരിച്ചു വലിയ തുക വരുന്നു. അപ്പോൾ അദ്ദേഹത്തിൻ്റെ എസ്റ്റിമേറ്റ് അനുസരിച്ച് അതിന് അന്നത്തെ കാലത്ത് 3 വർഷം മുമ്പാണ് ഒരു 55 കോടി രൂപയുടെ ചിലവ് വരുള്ളായിരുന്നു. അതേസമയം ഇവിടെ ഡാം പുതുക്കി പണിയണം, പുതിയ ഡാമിന് 1000 കോടി രൂപ വരുന്നു, അല്ലെങ്കിൽ അത് പൊട്ടിക്കഴിഞ്ഞാൽ ഇവിടെ ആകെ ഒരുപാട് ജനം മരിക്കും എന്നൊക്കെ പറയുമ്പോൾ ഒരു സൊല്യൂഷൻ ഉള്ള സ്ഥിതിക്ക് എന്തുകൊണ്ട് അതിൻ്റെ പുറകെ പോയിക്കൂടാ അല്ലെങ്കിൽ എന്നുള്ളൊരാശയമായിരുന്നു ഞാൻ അന്ന് പ്രസൻറ്റ് ചെയ്തത്. അതിപ്പോഴും നടന്നൊന്നുമില്ല. വീണ്ടും നമ്മൾ ഇപ്പോൾ ഈ വർഷവും അതിനെപ്പറ്റി കരയുന്നുണ്ടായിരുന്നു. കൊച്ചൗസേപ്പ് ചിറ്റിലപ്പള്ളി 1970കളുടെ ഒടുവിലാണ് ഈ പറഞ്ഞ പോലെ ഒരു 77-78 കാലഘട്ടത്തിലാണ് തൃശ്ശൂർ പോലെയുള്ളൊരു വലിയ നഗരത്തിൽ നിന്ന് കൊച്ചി പോലെയുള്ള അന്നൊരു ഗ്രാമം എന്ന് വേണമെങ്കിൽ വിശേഷിപ്പിക്കാം. ആ കാലഘട്ടത്തിൽ കൊച്ചിയൊക്കെ അന്ന് ഇതേപോലെ ഉള്ള കാഴ്ചകളൊന്നും ഇല്ലല്ലോ. അപ്പോൾ ഒരു പ്രാക്ടിക്കൽ വിസ്ഡം എന്ന് പറഞ്ഞ് എഴുതുമ്പോഴും ഈ പറഞ്ഞ പോലെ തന്നെ എന്തിനേയും പോസിറ്റീവായിട്ട് വിജയിപ്പിക്കുക എന്ന് പറയുന്ന ഒരു ജീവിതചര്യ അത് തന്നെയാണല്ലോ ഈ നിമിഷങ്ങളിൽ ഈ പുലർകാലത്തിൽ ഇരിക്കുമ്പോഴും. ഞാൻ അതിനിടയ്ക്ക് ഒന്ന് ചോദിച്ചോട്ടെ, ചായ കുടിക്കാമല്ലോ? കുടിക്കാം. ഒരു ഇയോൻറ്റി രാവിലെ തന്നെ അങ്ങ് കഴിക്കുക എന്നുള്ളതാണ് അങ്ങയുടെ പ്രഭാത ചിട്ടകളിൽ ഈ നടത്തം. ഈ പറഞ്ഞ പോലെ തന്നെ ആഴ്ചയിൽ 1-2 ദിവസം ചിരി ക്ലബ്ബിൽ പോയി ഒന്ന് ചിരിക്കുക മതിയോ? ഇതൊക്കെയുണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ എന്തായാലും പുലർകാലത്തിരിക്കുമ്പോൾ പ്രേക്ഷകരാണെങ്കിലും ശരി രാവിലെ തന്നെ ഒരു ചായ കുടിക്കുക എന്ന് പറയുന്ന ഒരു പ്രകൃതം ഉണ്ടല്ലോ. തീർച്ചയായിട്ടും സാർ പ്ലീസ്. താങ്ക് യു. വെൽക്കം സാർ. അപ്പോൾ ഞാൻ പറഞ്ഞു വന്നു പറഞ്ഞാൽ ആ ഒരു വിസ്റ്റത്തെ ഏത് രീതിയിലാണ് സാറ് ഞങ്ങൾക്കൊക്കെ ഒരു പാഠമായിരിക്കും. കാരണം ഇഷ്ടംപോലെ എൻ്റർപ്രണേഴ്സ് എങ്ങനെയെങ്കിലും ഒരു ബിരുദം ഉണ്ടാക്കിയാൽ പോരാ, ആരുടെയെങ്കിലും കീഴിൽ വർക്ക് ചെയ്യേണ്ട, സ്വന്തമായിട്ട് തന്നെയുള്ള ഒരു മാറ്റങ്ങൾ ഉണ്ടാക്കണമെന്ന് ആഗ്രഹിക്കുന്നു. ഞാൻ ബിസിനസ് തുടങ്ങിയത് 1977-ലാണ്. അന്ന് എന്നെ അതിന് പ്രേരിപ്പിച്ചത് 2 കാര്യങ്ങളായിരുന്നു. ഒന്ന്, ഞാൻ കോളേജിലൊക്കെ പഠിച്ചിരുന്ന കാലത്ത് ഒരു സയൻറ്റിസ്റ്റ് എന്നുള്ളൊരു പോസ്റ്റ് കിട്ടാനായിരുന്നു ആഗ്രഹം. അതിന് വേണ്ടിയിട്ട് അത്ര അപ്ലൈ ചെയ്തു. ISRO, BARC അങ്ങനെയുള്ള സ്ഥാപനങ്ങളിൽ കിട്ടിയതൊരു ചെറിയ കമ്പനിയിൽ ചെറിയ ജോലിയായിരുന്നു. ഒരു 3 വർഷം അവിടെ കഴിച്ചു കൂട്ടി. അപ്പോൾ എൻ്റെ ഭാവി ഒരു പ്രശ്നത്തിലായി. കാരണം ആ സ്ഥാപനം ഉയരുന്നില്ല, എനിക്ക് വേറെ ജോലി കിട്ടുന്നില്ല. അങ്ങനെയാണ് ഞാൻ റിസൈൻ ചെയ്ത് തുടങ്ങിയത്. അല്ലാതെ വലിയ വിഷനോട് കൂടിയിട്ട് തുടങ്ങിയതൊന്നല്ലായിരുന്നു അത്. പിന്നീട് അങ്ങനെ ഒരു വിഷനിലേക്ക് അത് മാറി. ആ മാറ്റത്തിൻ്റെ ഒരു ചേഞ്ച് ഓവർ തീർച്ചയായിട്ടും സാർ ഇപ്പോൾ അത് ആസ്വദിക്കുന്നുണ്ടാവും. തീർച്ചയായിട്ടും പടിപടിയായിട്ട് ഉയരാൻ സാധിച്ചു. പിന്നെ പടിപടിയായിട്ട് ഉയരുമ്പോൾ അതാത് സമയങ്ങളിൽ അതിൻ്റെ കാലാനുസൃതമായിട്ട് മാറ്റങ്ങൾ വരുത്തി, പ്രവൃത്തിയിലും ചിന്തയിലും മാറ്റം വരുത്തി എന്ന് തോന്നുന്നു. അതുകൊണ്ടായിരിക്കണം വിജയം വരിച്ചത്. ഇന്നത്തെ യങ്സ്റ്റേഴ്സിന് അതിന് കഴിയുന്നില്ല എന്ന് സാറിന് തോന്നുന്നുണ്ടോ? അല്ലല്ല, ഇന്നത്തെ യങ്സ്റ്റേഴ്സിന് കൂടുതൽ സാധിക്കുന്നുണ്ടെന്ന് എനിക്ക് തോന്നുന്നു. കാരണം ഞാനൊക്കെ ബിസിനസ് തുടങ്ങുന്ന സമയത്ത് 77, അതായത് ഇപ്പം 37 വർഷത്തോളമായി, 38 വർഷത്തോളമായി. അന്ന് ഇൻഡസ്ട്രിയലിസ്റ്റുകൾ അല്ലെങ്കിൽ സംരംഭകർ, എൻ്റർപ്രണേഴ്സ് എന്നൊക്കെ പറഞ്ഞ് വളരെ കുറവായിരുന്നു. ഞാനൊരു ഉദാഹരണം പറയാം. ഞാൻ തുടങ്ങുന്ന സമയത്ത് ഞാൻ ബാച്ചിലറായിരുന്നു. അപ്പോൾ ഒരു തിരക്കില്ലാത്ത ജോലിയിലിരിക്കുമ്പോൾ അത് റിസൈൻ ചെയ്ത് തുടങ്ങുന്ന സമയത്ത് ഫാദർ സമ്മതിച്ചു പകുതി മനസ്സോടെ. പക്ഷേ അദ്ദേഹം ചോദിച്ചൊരു ചോദ്യം അല്ലെങ്കിൽ ആഗ്രഹിച്ചൊരു കാര്യം, നീ ജോലിയിലിരിക്കുമ്പോൾ ഒരു കല്യാണം കഴിക്കുക, നല്ലൊരു കുടുംബത്തിൽ നിന്ന് കല്യാണം കിട്ടണമെങ്കിൽ, ഒരു പെണ്ണ് കിട്ടണമെങ്കിൽ ജോലിയിലിരിക്കുമ്പോഴേ പറ്റുള്ളൂ, നീ ജോലി റിസൈൻ ചെയ്ത് തുടങ്ങിയാൽ അത് പ്രതീക്ഷിക്കേണ്ട കേട്ടോ. ഞാൻ പറഞ്ഞല്ല, അത് വേണ്ട, അത് ഇപ്പോഴൊന്നും അതിനെപ്പറ്റിയൊന്നും ആലോചിക്കേണ്ട എന്ന് പറഞ്ഞ് റിസൈൻ ചെയ്ത് തുടങ്ങുകയാണ് ചെയ്തത്. അപ്പോൾ അന്നത്തേക്കാൾ ഒത്തിരി മാറ്റങ്ങളുണ്ടായി. കാരണം ഇപ്പോൾ ധാരാളം എൻ്റർപ്രണേഴ്സ് കേരളത്തിൽ തന്നെ വളർന്നു വന്നല്ലോ. വിജയം കൈവരിച്ച എത്രയോ മലയാളികൾ കേരളത്തിൽ തന്നെ പൊങ്ങി വന്നു. വി-ഗാർഡ് മാത്രമല്ലല്ലോ. അപ്പോൾ എനിക്ക് തോന്നുന്നത് ഇപ്പോൾ ചെറുപ്പക്കാർക്ക് ഒരുപാട് സാധ്യതകളുണ്ട്. ഞാനൊക്കെ കോളേജിലൊക്കെ പഠിക്കുന്ന കാലത്ത് ഇന്ത്യ വളരെ വളരെ വീക്കായിരുന്നു. സ്വാതന്ത്ര്യം കിട്ടിയിട്ട് കുറച്ച് വർഷങ്ങളായിട്ടുണ്ടായിരുന്നല്ലോ. അപ്പോൾ അതിനേക്കാളൊക്കെ ഒത്തിരി ഉയർന്നു വന്നു, അഭിമാനം തോന്നുന്നു. തന്നെയല്ല, അതോടൊപ്പം തന്നെ ചെറുപ്പക്കാർക്ക് സാധ്യതകൾ കൂടുകയാണ്. കാരണം ഇതുപോലെ ഇൻഡസ്ട്രി ആയാലും ശരി, ജോബ് ഓപ്പർച്യൂണിറ്റി ആയാലും ശരി, അതുപോലെ അവരുടെ നോളജ് ലെവലും വളരെ കൂടുതലാണ്. അതായത് പണ്ട് ഞാനൊക്കെ കോളേജിൽ പഠിച്ചിരുന്നപ്പോൾ ഞാൻ ആലോചിക്കുകയായിരുന്നു, അതായത് എൻ്റെ ഒരു നോളജ്
അതേ കൊല്ലത്ത് അല്ലെങ്കിൽ അതേ സമയത്ത് അമേരിക്കയിലുള്ള അതേ ഒരു കോളേജ് വിദ്യാർത്ഥിയുടെ നോളജ് വെച്ച് നോക്കുമ്പോൾ എൻ്റെയൊക്കെ വട്ടം പൂജ്യമായിരിക്കാം. അതേസമയം ഇന്ന് ഒരു ഇന്ത്യക്കാരൻ ഒരു ബോയ് ഒരു വിദ്യാർത്ഥിയുടെ നോളജും അമേരിക്കക്കാരൻ്റെ നോളജും തമ്മിൽ വിദ്യാർത്ഥിയുടെ നോളജും തമ്മിലൊരു മാറ്റമില്ല. കാരണം ഇൻ്റർനെറ്റ് എല്ലാം സൗകര്യങ്ങളുണ്ട്, അവർ പഠിക്കുന്നത് നമ്മൾ പഠിക്കുന്നതും ഒന്ന് തന്നെ. അപ്പോൾ ഒത്തിരി മാറ്റങ്ങളുണ്ടായിട്ടുണ്ട് എന്നെനിക്ക് തോന്നുന്നത്. അല്ല, നമ്മുടെ നാട്ടിലെ രാഷ്ട്രീയപരമായിട്ടുള്ള പരിതസ്ഥിതികളോ അതുമല്ലെങ്കിൽ ജീവിത സാഹചര്യങ്ങളോ ഒരു കൺസ്യൂമർ സ്റ്റേറ്റ് എന്ന രീതിയിൽ അനുഭവിക്കുന്ന നിരവധി കാര്യങ്ങളോ അതൊക്കെ തന്നെ ഒരു വിഭാഗം അതേ രീതിയിൽ പറഞ്ഞ പോലെ വികസനം നേടുന്നുണ്ടെങ്കിൽ കൂടിയിട്ട് ഒരു സ്ട്രഗിൾ നിലനിൽക്കുന്നില്ലേ? ഉണ്ട്. ഇന്ത്യ കുറേയും കൂടിയൊക്കെ നന്നാവാമായിരുന്നു. അത് പല കാര്യങ്ങൾ ഞാൻ തന്നെ അത്ഭുതപ്പെടാറുണ്ട്. ഇപ്പോൾ ഇത്രയും വലിയൊരു രാജ്യം, ഇത്രയ്ക്കും ഡിഫറെൻറ്റ് കൾച്ചർ, ഡിഫറെൻറ്റ് തിങ്കിങ്, അങ്ങനെയൊക്കെയുള്ള ഇത് ഒത്തൊരുമിച്ച് പോകുന്നത് തന്നെ വലിയ ഭാഗ്യമായിട്ട് വേണം ചിലപ്പോൾ കരുതാനായിട്ട്. ഇവിടെ എനിക്ക് ഏറ്റവും തോന്നുന്നത് ഒരു എന്താ പറയുക, കറപ്ഷൻ, ഇതൊക്കെ ഒന്ന് കുറഞ്ഞാൽ നന്നായിരുന്നേനെ. എന്തിനോടും പ്രതികരിക്കാനുള്ളൊരു മനോഭാവം ഞാൻ പറഞ്ഞതുപോലെ തന്നെ തന്നു. വീഗാർഡ് പോലെയുള്ളൊരു പ്രസ്ഥാനം, വീഗാലാൻഡ് വണ്ടർല, ഈ പറഞ്ഞ പോലെ ലോകത്തെ തന്നെ ഇന്ത്യയിലെ മാത്രമല്ല ഏവരും ഒരു ഡെസ്റ്റിനേഷൻ പോലെ തന്നെ കണ്ടെത്തുന്ന ഒരു പ്രസ്ഥാനമാക്കി വളർത്തുക. അതെല്ലാം വളർന്ന് അതിൻ്റെ നടക്കുന്നതുകൊണ്ടാണ് സാറിപ്പോഴും ചിരിക്കാനും കൂടി കഴിയുന്നൊരു മനസ്സിനെ കാത്ത് സൂക്ഷിക്കുന്നത് എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല. ആ ഒരു പ്രചോദനം, ഉൾക്കരുത്ത്, മനക്കെട്ടിയാണോ ശരിക്കും സമീപകാലത്തായിട്ടാണ്, പണ്ട് തൊട്ടേ ഉണ്ടെങ്കിലും മാധ്യമങ്ങൾ വളർന്നതോടുകൂടി തിരുവനന്തപുരത്തെ ഒരു ഇഷ്യൂവുമായി ബന്ധപ്പെട്ട് അങ്ങ് ഏറ്റവും കൂടുതൽ എന്താ പറയുന്നത് വേറൊരു ആംഗിളിൽ കൂടി ജനശ്രദ്ധയിലേക്ക് എത്തുന്നത്, സാധാരണക്കാർ പ്രതികരിക്കാൻ തുടങ്ങി. ഇപ്പോൾ എല്ലാവരും ജേർണലിസ്റ്റുകളാണല്ലോ, ഫേസ്ബുക്ക് വന്നതോടുകൂടി ആർക്കും അപ്പോൾ തോന്നുന്ന ആശയങ്ങളെ സിറ്റിസൺ ജേർണലിസം പോലെ തന്നെ പ്രകടിപ്പിക്കാൻ കഴിവുണ്ട്. അങ്ങനെ ആയിരക്കണക്കിന്, പതിനായിരക്കണക്കിന്, ലക്ഷക്കണക്കിന് ജേർണലിസ്റ്റുകൾ ഒരുമിച്ച് ഏറ്റെടുത്ത ഒരു സംഭവമായിരുന്നു അത്. അതിൻ്റെ പ്രചോദനം ഏത് രീതിയിലാണ് സാറിന് വരുന്നത്? നിങ്ങൾ പറഞ്ഞു വരുന്നത് നമ്മുടെ തിരുവനന്തപുരത്ത് സന്ധ്യ എന്നൊരു വീട്ടമ്മ വലിയൊരു ശക്തിയോട് പെട്ടെന്നൊന്ന് പ്രതികരിച്ചപ്പോൾ അത് ശരിക്കും പറഞ്ഞാൽ കേരളം തന്നെ ഒന്ന് കുലുങ്ങി, സംശയമില്ല. അപ്പോൾ അങ്ങനെ ആ ന്യൂസ് ഞാൻ പേപ്പറിൽ വായിക്കുമ്പോൾ എനിക്ക് തോന്നി ഇവരെ ഒന്ന് അഭിനന്ദിക്കണം, അല്ലെങ്കിൽ അത് അൺനോട്ടീസ്ഡ് ആയിട്ട് പോകും. കാരണം മറ്റ് എതിർകക്ഷികൾ വേണമെങ്കിൽ പറയും ഇത് വേറൊരു രാഷ്ട്രീയക്കാരിയാണ്, അത് അവരങ്ങനെ പ്രതികരിക്കാം. അപ്പോൾ ഞാൻ വിചാരിച്ചു ഇവരെ ഒന്ന് അഭിനന്ദിച്ചാലേ അതിനൊരു ട്രിഗർ എന്ന് പറയും ബെറ്ററായി കിട്ടും. തന്നെയല്ല നമ്മുടെ നാട്ടിലെ അടിക്കടിയുള്ള സമരങ്ങൾ, അടിക്കടിയുള്ള ഹർത്താലുകൾ, ഇതൊക്കെ കണ്ട് നമ്മളൊക്കെ മടുത്തിരിക്കുകയല്ലേ. എത്രയോ ഹർത്താലുകളുടെ നാടല്ലേ നമ്മുടെ നാട്. അത് എല്ലാ രാഷ്ട്രീയ പാർട്ടികളും, ഞാനൊരു പർട്ടിക്കുലർ രാഷ്ട്രീയ പാർട്ടിയെ കുറ്റം പറയല്ല, അങ്ങനെയൊക്കെ നമ്മൾ സഹിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഒരു സാധാരണക്കാരി വീട്ടമ്മ നമുക്കൊന്നും ആഗ്രഹിച്ചിട്ടുണ്ടെങ്കിലും ചെയ്യാൻ പറ്റാത്തൊരു കാര്യം രണ്ടും കൽപ്പിച്ച് ചെയ്തപ്പോൾ അവരൊന്ന് അഭിനന്ദിച്ചു. അതിനൊരു റിയാക്ഷൻ ഉണ്ടാവുമെന്ന് വിചാരിച്ചിട്ട് തന്നെയാണ് അത് ചെയ്തതും. റിയാക്ഷൻ ഉണ്ടായപ്പോൾ എന്ത് തോന്നി? തീർച്ചയായിട്ടും ഞാൻ പ്രതീക്ഷിച്ച റിയാക്ഷനേക്കാളും കൂടുതൽ റിയാക്ഷൻ ഉണ്ടായി. നല്ലത് തന്നെ. കാരണം അതിൻ്റെ അർത്ഥം ജനം അതിനെ അത്രയും രോഷത്തോടെ കണ്ട ഒരു സമരമായിരിക്കണം. അതുകൊണ്ടാണല്ലോ ജനം ഇവർക്ക് അനുകൂലമായിട്ട് പ്രതികരിച്ചത് എന്ന് എനിക്ക് തോന്നുന്നു. തന്നെയല്ല, ഒരു സാധാരണക്കാരി വീട്ടമ്മ ചെയ്യാൻ സാധിച്ചാൽ അത് ഇനിയും പലർക്കും ചെയ്യാൻ പറ്റട്ടെ എന്നുള്ളൊരു പ്രചോദനം ഇതിൽ നിന്ന് കിട്ടട്ടെ എന്ന് വിചാരിച്ചിട്ടൊക്കെ തന്നെയായിരുന്നു. ഇതൊക്കെയാണ് പുലർകാലത്തിൻ്റെ ഇന്നത്തെ ഒരു സുഖമെന്ന് പറഞ്ഞാൽ. നമ്മളൊക്കെ പോസിറ്റീവായിട്ടിരിക്കണമെന്ന് മനസ്സുകൊണ്ട് ആഗ്രഹിക്കും, പക്ഷേ സമൂഹത്തിലേക്ക് ചെല്ലുമ്പോൾ എവിടേക്കോ പതറിപ്പോകുന്ന പോലെയുള്ള ഒരു എക്സ്പീരിയൻസ് ഇപ്പോഴത്തെ, എനിക്ക് തോന്നുന്നു മുമ്പ് പറഞ്ഞ പോലെ തന്നെ ലാക്ക് ഓഫ് എക്സ്പീരിയൻസ് തന്നെയാണത്. അത് കുറേ കേട്ട് കഴിയുമ്പോഴാണ് ആ കേൾവിയിലൂടെ അത് തീർച്ചയായിട്ടും നമ്മളിലേക്കും പകർന്നു തരിക. ഒറ്റപ്പെട്ട സംഭവങ്ങളായിട്ടുള്ള പ്രതികരണങ്ങളെക്കാൾ ഉപരി ജീവിതത്തിൽ ഏത് നിമിഷവും പ്രതികരിക്കുക എന്ന് പറയുന്ന ഒരു വലിയൊരു കാര്യം. കൊച്ചൗസേപ്പ് ചിറ്റിൽപ്പള്ളി സാർ അദ്ദേഹത്തിൻ്റെ സൈറ്റിലൊക്കെ വിശദമായിട്ട് എഴുതിയിട്ടുണ്ട്, നമ്മുടെ ആരോഗ്യം തന്നെയാണ് പരമപ്രധാനം. അതുകൊണ്ട് തന്നെയാണ് ആ ആരോഗ്യത്തെ ഏത് രീതിയിലും സംരക്ഷിക്കേണ്ടതിൻ്റെ ആവശ്യകത. നമ്മളൊരു ചെരുപ്പോ ഷൂസോ വാങ്ങണമെങ്കിൽ AC റൂമിലേക്ക് എത്തും, പച്ചക്കറി വാങ്ങിക്കാൻ ഫുട്പാത്തിലേക്ക് എത്തും എന്ന് പറയുന്ന ഒരു സമ്പ്രദായം തന്നെയാണ് ജീവിതത്തിലും പ്രാവർത്തികമാക്കുന്നത് എന്നുള്ളത് അല്ലേ സാർ? തീർച്ചയായിട്ടും ആരോഗ്യമാണ് പ്രധാനം. കാരണം ആരോഗ്യമില്ലെങ്കിൽ ഒന്നുമില്ലല്ലോ. ആരോഗ്യമാണ് എല്ലാത്തിൻ്റെ അടിത്തറ എന്ന് ഞാൻ പറയും. പലരും എന്നോട് ചോദിക്കും, നമ്മൾ ഒരു സക്സസ്സിനൊരു ഡെഫിനിഷൻ പറയാൻ പറ്റുമോ എന്ന് ചോദിക്കുമ്പോൾ ഞാൻ ആലോചിച്ചപ്പോൾ
ഞാനൊരു ഡെഫിനേഷൻ എൻ്റെ പ്രാക്ടിക്കൽ വിസ്ഡത്തിൽ ഞാൻ കൊടുത്തിരുന്നു. അതായത് ഒന്ന്, ആദ്യമായിട്ട് അയാൾക്ക് നല്ല ആരോഗ്യം വേണം. 2, മനസമാധാനം വേണം. രാത്രി സുഖമായിട്ട് ഉറങ്ങാൻ പറ്റണം. ഇത് രണ്ടുമില്ലാതെ ഒരു കാര്യമില്ല. അത് കഴിഞ്ഞിട്ടാണ് പണത്തിന് പ്രാധാന്യമുള്ളൂ. അപ്പോൾ 3 ഞാൻ പണത്തിന് റേറ്റ് ചെയ്തത്. 4th, ആക്സെപ്റ്റൻസ് ഇൻ ദ സൊസൈറ്റി. എത്ര പണം ഉണ്ടെങ്കിലും, എത്ര ആരോഗ്യം ഉണ്ടെങ്കിലും, എത്ര മനസ്സമാധാനം ഉണ്ടെങ്കിലും, ആക്സെപ്റ്റൻസ് ഇൻ ദ സൊസൈറ്റി, സമൂഹത്തിലൊരു ഒരു ഒരു അംഗീകാരം ഇല്ലെങ്കിൽ എന്ത് കാര്യം? അപ്പോൾ ഇതിൻ്റെയൊക്കെ ഒരു ആകത്തുകയാണ് എന്താ പറയുക, സക്സസ്ഫുൾ പേഴ്സണാലിറ്റി എന്ന് എനിക്ക് തോന്നാറുണ്ട്. അപ്പോൾ അതിൻ്റെ ഫസ്റ്റ് ഘടകം, പ്രധാന അടിത്തറ ആരോഗ്യമാണ്. അപ്പോൾ ആരോഗ്യം ഇല്ലെങ്കിൽ, ഇപ്പോൾ ഞാൻ പറയും, ഞാനിപ്പോൾ 64 വയസ്സായി. നമ്മുടെ ആരോഗ്യം നമ്മൾ സംരക്ഷിക്കേണ്ട ചുമതല നമുക്കാണ്. അത് വേറെ ആരെയും ഏൽപ്പിച്ചിട്ട് കാര്യമില്ല. ഒരു ഡോക്ടറെ ഏൽപ്പിക്കാൻ പറ്റില്ല. അവരവരുടെ ആരോഗ്യം അവരവർ നോക്കുക എന്ന് ഞാൻ പറയും. എന്താ സാറിൻ്റെ പുലർകാലത്തിലൊരു ചിട്ട? ഞാൻ പൊതുവേ രാവിലെ നേരത്തെ ഉണരും. അത് വലിയ മിടുക്കൊണ്ടൊന്നല്ല, തനിയെ ഉണർന്നു പോകുന്നതാണ്. കാരണം ചെറുപ്പത്തിലൊക്കെ 5:30 എഴുന്നേറ്റില്ലെങ്കിൽ അടി കൊള്ളും. രാവിലെ പള്ളിയിൽ പോകണം. അപ്പോൾ 5:30 ഉണർന്നില്ലെങ്കിൽ അടി. അങ്ങനെ അടിച്ച് അത് പരിചയമായിട്ട് 5:30 ആകുമ്പോൾ തനിയെ ചാടി ഉണരും. പിന്നെ അത് കഴിഞ്ഞ് കുറച്ച് കുത്തി കുറിക്കാറുണ്ട്. എന്തെങ്കിലും മനസ്സിൽ തോന്നുന്ന കാര്യങ്ങൾ എഴുതി വയ്ക്കാറുണ്ട്. പേപ്പർ വന്നു കഴിഞ്ഞാൽ പിന്നെ അതൊക്കെ പോവും. പിന്നെ അതൊക്കെ കുറേ തപ്പി പെറുക്കി നോക്കും. അത് കഴിഞ്ഞ് ഇവിടെ കലൂർ സ്റ്റേഡിയത്തിലൊന്ന് പോവും. ഒന്നല്ലെങ്കിൽ നടത്തം, അല്ലെങ്കിൽ ചെറിയ ഓട്ടം, അല്ലെങ്കിൽ ഞങ്ങൾക്കൊരു ലാഫ്റ്റർ യോഗ എന്ന് പറഞ്ഞൊരു ഗ്രൂപ്പുണ്ട്. ഇതിലേതെങ്കിലും ഒന്ന് ചെയ്തിരിക്കും. കാരണം ആരോഗ്യം സംരക്ഷിച്ചില്ലെങ്കിൽ ആരോഗ്യം പോയി കഴിയുമ്പോഴാണ് അതിൻ്റെ ബുദ്ധിമുട്ടറിയാം എന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ. അങ്ങനെയാണ് രാവിലത്തെ തുടക്കം. ഐശ്വര്യമുള്ള തുടക്കം അല്ലേ? പണ്ട് ഏതോ ഒരു പുലർകാലത്തിൽ പറഞ്ഞു, രാവിലെ എഴുന്നേൽക്കുമ്പോൾ തന്നെ ആദ്യം കൈ പോകുന്നത് വാട്സാപ്പിലേക്കോ ഫേസ്ബുക്കിലേക്കോ ഇറക്കി. ഇപ്പോൾ എന്തൊക്കെയാണ് ബാക്കി വന്നിരിക്കുന്ന, ശേഷം എന്തുണ്ട് ബാലൻസ് എന്ന് പറയുന്ന പോലെയുള്ള അവസ്ഥയിലേക്ക് മാറുമ്പോഴാണ് ലോകത്ത് ഒരു ചായ കഴിച്ചുകൊണ്ട് ഇത്തരം കാര്യങ്ങൾ കേട്ട് അന്നത്തെ ദിവസത്തെ എനർജി എങ്ങനെ കാത്തു സൂക്ഷിക്കാം. അവിടെയാണ് ക്യാഷ് എന്ന് പറയുന്നതിൻ്റെ സ്ഥാനം. C for courage അല്ലേ സാർ? A for ambitious, S for sincerity and H for hard work എന്ന് പറയുന്ന ഒരു 4 ഘടകങ്ങൾ വരുന്നത്. സാറിന് ചോദിച്ചോട്ടെ, ബിസിനസ് തുടങ്ങാനെടുക്കുന്ന തീരുമാനം, പുതിയൊരു സംരംഭം തുടങ്ങാനെടുക്കുന്ന ഏത് തീരുമാനത്തിൻ്റെയും ഡിസിഷൻ മേക്കിംഗ് എന്ന് പറയുന്നതാണല്ലോ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം. അതിൻ്റെ ഡ്രോബാക്സ് ആലോചിച്ച്, അതിൻ്റെ വരും സാധ്യതകൾ ആലോചിച്ച്, വളരെ സക്സസ് എന്ന് ഇനി എടുത്തു പറയേണ്ട കാര്യമില്ല. അങ്ങ് ജനങ്ങൾക്ക് മാതൃകയായിക്കൊണ്ട് തന്നെ എല്ലാവർക്കും അറിയാം, ഒരു അവയവദാനത്തിന് സന്നദ്ധനാകുമ്പോഴും ഒരു സെൽഫ് ഡിസിഷനായിരുന്നു അതോ ആരുടെയെങ്കിലും പ്രചോദനമായിരുന്നു? ഈയിടെ അമേരിക്കയിൽ മരിച്ചുപോയ ഒരു ഫാദറിൻ്റെ മുറൈ, സംതിങ് ലൈക്ക് ദാറ്റ്, അങ്ങ് പോസ്റ്റ് ചെയ്തിരുന്നു. അദ്ദേഹമാണ് ആദ്യത്തെ ഈ അവയവദാനത്തിൻ്റെ തുടക്കം. അങ്ങയുടെ ഫേസ്ബുക്ക് പേജിലുണ്ട്. എന്തായിരുന്നു ആ ഒരു ഇൻസ്പിറേഷൻ? എന്നെ ഇതിന് പ്രേരിപ്പിച്ചത് 2 ഘടകങ്ങളായിരുന്നു. എൻ്റെ ഒരു അകന്ന ബന്ധുവിന് ഒരു കിഡ്നി പ്രോബ്ലം വന്നപ്പോഴാണ് ഞാനിതിനെപ്പറ്റി മാറി നിന്ന് വീക്ഷിച്ചത്. അപ്പോൾ അവരുടെ ബുദ്ധിമുട്ടുകൾ, അവരുടെ കഷ്ടപ്പാടുകൾ, അങ്ങനെ അപ്പോഴൊന്നും എനിക്ക് എൻ്റെ ഈ ഒരു ആഗ്രഹം തോന്നിയിരുന്നില്ല. കുറേ നാൾ കഴിഞ്ഞപ്പോൾ ആ രോഗി മരിച്ചുപോയി. അപ്പോൾ ഞാൻ വീട്ടിൽ തമാശക്കെങ്കിലും പറയാറുണ്ട്. അപ്പോൾ അവർ ഒരു കിഡ്നി മാറ്റി വയ്ക്കാനൊക്കെ ശ്രമിച്ച ഒരു വ്യക്തിയാണ്. പക്ഷേ ഭാഗ്യക്കേടിന് അവരുടെ ഒരു മകളുടെ യോജിക്കുന്നില്ല. ഹസ്ബൻഡാണെങ്കിൽ ഒരു ഹാർട്ട് പേഷ്യൻ്റാണ്. അപ്പോൾ അത് എടുക്കാൻ പറ്റില്ല. പിന്നെ പുറത്തുനിന്ന് വാങ്ങിക്കാനായിട്ട് നിയമം അനുവദിക്കുന്നില്ല. ഏജൻസ് ഉണ്ട്, അതിനകത്ത് ഇടനിലക്കാരുണ്ട്. അവർ പറയുന്ന 5 ലക്ഷം രൂപ, 7 ലക്ഷം രൂപയൊക്കെ കൊടുക്കണം. അപ്പോൾ ഞാൻ വീട്ടിൽ തമാശയ്ക്ക് പറയും, ആഹാ ശരി, അപ്പോൾ ആരോഗ്യം ഉണ്ടെങ്കിൽ ഒരു കിഡ്നി കൊടുത്താൽ 5 ലക്ഷം രൂപ കിട്ടൂലേ എന്ന് പറയാറുണ്ടായിരുന്നു. പിന്നെ എനിക്ക് തോന്നി, എന്തുകൊണ്ട് എനിക്ക് അങ്ങനെ ഒന്ന് ചെയ്തുകൂടാ? ആരോഗ്യം ഉണ്ടെങ്കിൽ, ആരോഗ്യം ഉണ്ടാവണമല്ലോ ഇതിനൊക്കെ. 2 ഉദ്ദേശങ്ങളായിരുന്നു. ഒന്ന്, സമൂഹത്തിലേക്കൊരു സന്ദേശം കൊടുക്കാൻ പറ്റുമോ എന്നുള്ളൊരു ഐഡിയ. 2, ഒരു സന്തോഷം. അതായത് ഞാൻ 60-ാം വയസ്സിലാണ് അത് ചെയ്തത്. ആ സമയത്തും അതിനുള്ള ആരോഗ്യം ഉണ്ടല്ലോ, ഉണ്ടാവുമല്ലോ എന്നുള്ള ഒരു ചെറിയൊരു അഹങ്കാരം. 3, എൻ്റെ അടുത്ത കുടുംബാംഗങ്ങൾക്കാർക്കും ഇങ്ങനത്തെ ഒരു ഭാഗ്യക്കേട്, ഇതിൻ്റെ ഒരു ആവശ്യം വന്നില്ലല്ലോ. അങ്ങനെയൊക്കെയുള്ള ചില ചിന്തകളിലാണ് അത് ഉറച്ചതെന്ന് എനിക്ക് തോന്നുന്നത്.
അപ്പം അതിന് ഫാമിലിയുടെ സപ്പോർട്ട് അല്ലെങ്കിൽ എന്തായാലും ഒരു സെക്കൻഡ് ഒപ്പീനിയൻ വരുമല്ലോ സാർ? തീർച്ചയായിട്ടും ഫാമിലിയിൽ നിന്ന് എതിർപ്പുണ്ടായിരുന്നു. വൈഫിന് പ്രത്യേകിച്ച് പ്രയാസമായിരുന്നു. അപ്പം ഞാൻ പറഞ്ഞത് ഇത്രയേ ഉള്ളൂ, അതായത് ഒരു സ്നേഹമുള്ള ഭാര്യ എന്നുള്ള നിലയ്ക്ക് നീ ഒബ്ജക്റ്റ് ചെയ്യണം, ചെയ്തില്ലെങ്കിലാണ് ജനം സംശയിക്കുക. സാറ് ഈ സെൽഫ് കോൺഫിഡൻസ് ഒരു തീരുമാനമെടുത്താൽ മാറില്ല. പണ്ട് തൊട്ടേ അങ്ങനെ ഒരു വാശി അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ ചലഞ്ച് എന്ന് പറയുന്നതിന് റിവഞ്ച് അല്ലാതെ പ്രാവർത്തികമാക്കുക എന്ന് പറയുന്ന, നമ്മുടെ ജീവിതത്തിൽ ഏത് പ്രധാനപ്പെട്ട തീരുമാനം എടുക്കുമ്പോഴും അത് നമ്മുടെ തന്നെ ഉത്തരവാദിത്തമാണ്. നമ്മൾ വേറെ ആളെയും പഴിചാരിയിട്ട് കാര്യമില്ല. അതിപ്പോൾ ബിസിനസ്സിലായാലും ശരി, അല്ലെങ്കിൽ വീട്ടിലൊരു കാര്യമാണെങ്കിൽ തന്നെ നമ്മൾ ആലോചിച്ച് തീരുമാനം എടുക്കണം എന്നുള്ള അഭിപ്രായക്കാരനാണ് ഞാൻ. അല്ലാതെ പിന്നീട് അതിനകത്തൊരു പാളിച്ച പറ്റിക്കഴിഞ്ഞാൽ അതിൻ്റെ ഉത്തരവാദിത്വം നമ്മൾ തന്നെ ഏറ്റെടുക്കണം. അതിപ്പോൾ ബിസിനസ് തുടങ്ങുന്ന കാര്യത്തിൽ ആക്ച്വലി നേരത്തെ പറഞ്ഞല്ലോ, വീഗാലാൻഡൊക്കെ തുടങ്ങിയ സമയത്ത് ഞാൻ തന്നെയാണ് അത് തീരുമാനിച്ചത്. ഓക്കെ, തുടങ്ങിക്കളയാം. ഒത്തിരി പേര് എന്നെ ഡിസ്കറേജ് ചെയ്തതാണ്. കാരണം വീഗാലാൻഡ് പോലെ സംഗതി ഇത്രയും മുതൽ മുടക്ക് കേരളത്തിൽ ഇത്രയും ജോലിക്കാരെ ജോലിക്ക് വെച്ച് അത് മുന്നോട്ട് പോവില്ല എന്ന് തന്നെയായിരുന്നു ബാങ്കുകാരും പിന്നെ ഓഡിറ്റേഴ്സും അഡ്വക്കേറ്റ്സൊക്കെ പറഞ്ഞത്. പക്ഷെ ഞാൻ വിചാരിച്ചു സാധിക്കും, പറ്റും, നമ്മുടെ നാട്ടിലും പല കാര്യങ്ങളും നടക്കും എന്നുള്ളൊരു വാശി തന്നെയായിരുന്നു അത് മുന്നോട്ട് കൊണ്ടുപോയത്. അപ്പോൾ നമ്മളൊരു ഇഫ് ദർ ഇസ് എ വിൽ ദർ ഇസ് എ വേ എന്നൊരു ചൊല്ലുണ്ടല്ലോ, അതുപോലെ ഡിറ്റർമിനേഷൻ ഇല്ലാത്ത കാരണം കൊണ്ടായിരിക്കും പലപ്പോഴും പല കാര്യങ്ങൾ പാളിപ്പോവാറുള്ളത്. കാരണം കുറച്ച് നാൾ അതിൻ്റെ പുറകെ നടക്കും, പിന്നെ അത് ഡ്രോപ്പ് ചെയ്യും. അതല്ല, നമ്മളൊരു കാര്യം തീരുമാനിച്ചാൽ അതതിൻ്റെ അറ്റം വരെ കൊണ്ടെത്തിക്കണം എന്നുള്ളൊരു വാശി ഉള്ള ഒരാളാണ്. ഞങ്ങളുടെ തലമുറയ്ക്കൊന്നും നല്ലൊരു റോൾ മോഡലിനെ കണ്ടെത്താൻ പറ്റിയില്ല എന്നൊരു തോന്നൽ പലപ്പോഴും ഉണ്ട്. സാറിൻ്റെ തലമുറയിലോ അല്ലെങ്കിൽ റോൾ മോഡൽ അങ്ങനെ ആരെങ്കിലും ഒരു സ്വാധീനം, ഒരു ഇൻസ്പിറേഷൻ എപ്പോഴും ഉണ്ടാവുമല്ലോ സാർ? എന്നോട് പലരും ഇതേ ചോദ്യം ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ റോൾ മോഡലായിട്ട് ഞാൻ ഒരു വ്യക്തിയല്ല ഡിപ്പെൻഡ് ചെയ്യാറുള്ളത്. പല കാര്യങ്ങളും പലവരെയും പല ആസ്പെക്റ്റിൽ പലവരെയും. ഇപ്പോൾ എൻ്റെ ഫാദർ, എൻ്റെ മദർ, അതൊക്കെ ഡിഫറെൻറ്റ് റോളിൽ അവരെൻ്റെ റോൾ മോഡലായിരുന്നു. ഫാദർ ഭയങ്കര അടുക്കും ചിട്ടയും കൃത്യനിഷ്ഠയും പങ്ക്ച്വലും ഒക്കെയാണ്. എനിക്ക് പുള്ളിയുടെ അപ്പോൾ എത്താൻ പറ്റില്ല, ഇപ്പോഴും എത്തില്ല. അതേസമയം മദർ വളരെ എന്താ പറയുക, ഭയങ്കര ഹാർഡ് വർക്കിംഗ്, ഭയങ്കര അതേസമയം നല്ല ആത്മധൈര്യം, അതേസമയം കമ്പാഷനേറ്റ്, അങ്ങനത്തെ ഒരു ലേഡിയായിരുന്നു. അപ്പോൾ അവരുടെ നിന്നൊക്കെ പല പല ആസ്പെക്റ്റുകൾ ഞാൻ എടുക്കും. അതേകൂടാതെ ധാരാളം ബയോഗ്രഫി വായിക്കാറുണ്ട്. അപ്പോൾ അതിൽ നിന്നൊക്കെ നമുക്കൊരു ധൈര്യം ഉൾക്കൊള്ളും. ഫോർ എക്സാമ്പിൾ, ഗാന്ധിജിയുടെ ബയോഗ്രഫി വായിച്ചു കഴിഞ്ഞപ്പോഴാണ് അദ്ദേഹം അങ്ങേര് പഠിക്കുന്ന കാലത്തൊക്കെ ഒരു സാധാരണ പയ്യനായിരുന്നു, ഒരു ചെറിയൊരു ഇൻട്രോവേർട്ട് എന്ന് വേണമെങ്കിൽ പറയാം, നമ്മുടെ മഹാത്മാഗാന്ധിജി. അപ്പോൾ അങ്ങനെയുള്ളൊരു വ്യക്തി ഇതുപോലെ ആവാൻ പറ്റിയ എന്തുകൊണ്ട് നമുക്കും ആയിക്കൂടാ എന്നുള്ളൊരു ആത്മധൈര്യം അങ്ങേരുടെ ആത്മകഥ വായിച്ചപ്പോൾ എനിക്ക് കിട്ടി. അതുപോലെ പലരുടെയും ആത്മകഥ വായിക്കാറുണ്ട്. ഈ ആത്മധൈര്യം എന്ന് പറയുന്നത് നമ്മുടെ ഇപ്പോഴത്തെ ഷോപ്പിംഗ് മാൾ പോലെയാണ്. ഒരു റോൾ മോഡലിനെ മാത്രമായിട്ട് കണ്ടെത്താതെ ആരിൽ എന്തിൽ എന്തൊക്കെ നല്ല ഗുണങ്ങളുണ്ട് എന്ന് നമ്മുടെ ചോയ്സ് അനുസരിച്ച് സെലക്ട് ചെയ്യുക, അതിലൂടെ തന്നെ നല്ലൊരു ജീവിതം ഉണ്ടാക്കിയെടുക്കാനായി ശ്രമിക്കുക എന്നുള്ളതാണ് അന്നത്തെ ദിവസത്തിൻ്റെ ഒരു പ്രാധാന്യമല്ലാതെ. ഇപ്പോൾ എല്ലാ ചിന്തകളും അന്നത്തെ ദിവസത്തേക്ക് ഒതുങ്ങുകയാണ് സാർ. ഇന്ന് എങ്ങനെ വൈകുന്നേരം ആക്കാം, ഇന്നത്തെ ലാഭം എന്തുണ്ട്, നഷ്ടം എന്തുണ്ട്, ഫ്രം നാളത്തെ ഫിക്സഡ് പ്രോഗ്രാം ചാർട്ട് എന്തൊക്കെയാണ്, എന്തൊക്കെ സംഭവിക്കാം. അപ്പോൾ ദീർഘവീക്ഷണം എന്ന് പറയുന്നതിന് ഇങ്ങനെയുള്ളൊരു റോൾ മോഡലിംഗ് തന്നെയാണ് പ്രിയപ്പെട്ട പ്രേക്ഷകർക്ക് ഒരു തലമുറയ്ക്ക് ഏറെ ഇഷ്ടപ്പെട്ടിരിക്കും എന്ന് തീർച്ചയായിട്ടും പ്രതീക്ഷിക്കുന്നു. ഈ അടുത്ത കാലത്ത് സാറിനെ ഏറെ സന്തോഷിപ്പിച്ച നമ്മുടെ ഡെവലപ്മെൻറ്റ്സിൻ്റെ ഘട്ടങ്ങൾ എന്തൊക്കെയാണ് സാർ നമ്മുടെ കേരളത്തിൽ? കേരളത്തിൽ എന്താ പറയുക, ഡെവലപ്മെൻറ്റ്സ് ധാരാളം നടക്കുന്നുണ്ട്. എസ്പെഷ്യലി ഞാൻ നേരത്തെ പറഞ്ഞ മാതിരി ഞാനൊരു 37 വർഷമായിട്ട് ഇങ്ങനെ മാറി നിന്ന് വാച്ച് ചെയ്യാണ് കേരളത്തിൻ്റെ പ്രോഗ്രസ്. കേരളത്തിലെ ടൂറിസം എനിക്ക് വന്ന് 35 വർഷമായിട്ടിനുള്ളിൽ ഭയങ്കരമായിട്ട് ഉയർന്നു വന്നൊരു സബ്ജക്റ്റാണ്. അങ്ങനെ ഒത്തിരി മേഖലകളിൽ കേരളം വളർന്നെങ്കിലും ഇവിടെ ഇൻഫ്രാസ്ട്രക്ചർ വളരെ വളരെ പുറകിലാണെന്ന് എനിക്ക് തോന്നാറുണ്ട്. അതിനുവേണ്ടി ആരും ശ്രദ്ധ കൊടുക്കാറില്ല. എനിക്ക് തന്നെ സങ്കടം വന്നൊരു കാര്യമാണ്, നമ്മുടെ നാഷണൽ ഹൈവേ 45 മീറ്റർ വീതി വേണ്ട, 30 മീറ്റർ മതി എന്ന് എല്ലാ രാഷ്ട്രീയ പാർട്ടികളും ബഹളം വയ്ക്കുമ്പോൾ എനിക്ക് സങ്കടം തോന്നാറുണ്ട്. കാരണം അതൊരു ഒരു വിഷൻ്റെ കുറവാണ്, വിഷനില്ലായ്മയാണ്. കാരണം ഏതൊരു രാജ്യവും ഡെവലപ്പ് ചെയ്യണമെങ്കിൽ ഇൻഫ്രാസ്ട്രക്ചർ വേണം. അപ്പോൾ അതിന് അടിസ്ഥാനമായിട്ട് വേണ്ടത് റോഡ് വികസിക്കണം, അല്ലെങ്കിൽ ഫ്ലൈ ഓവറുകൾ വേണം. കാരണം പ്രധാനമായിട്ടുള്ള കാറുകളുടെ എണ്ണം കൂടി വരികയാണ്. അപ്പോൾ അതനുസരിച്ചുള്ള ഇൻഫ്രാസ്ട്രക്ചർ ഇല്ലാതെ
നമ്മൾ എന്ത് പുരോഗതിയാണ്. കാരണം പണ്ടത്തേക്കാൾ അപേക്ഷിച്ച് ഇപ്പോൾ ട്രാഫിക് ബ്ലോക്ക് കൂടുന്നു, അതിനനുസരിച്ചുള്ള റോഡിൻ്റെ നിലവാരമില്ല, കുടിവെള്ളമായാലും ശരി. അങ്ങനെ ജനറലായിട്ട് ഇൻഫ്രാസ്ട്രക്ചറിൻ്റെ പോരായ്മ തോന്നുന്നു. പക്ഷെ അതേസമയം അതിൻ്റെ ഇടയ്ക്ക് തന്നെ ഇപ്പോൾ കൊച്ചിയിൽ മെട്രോ പണി നടക്കുന്നു. അത് തന്നെ വളരെ സന്തോഷിപ്പിക്കുന്നൊരു കാര്യമാണ്. കാരണം ഒന്നുമില്ലെങ്കിലും ഒരു ലാർജ് ഇൻവെസ്റ്റ്മെൻറ്റ്, സാധാരണക്കാർക്ക് ട്രാൻസ്പോർട്ടേഷനുള്ള ഒരു ഫെസിലിറ്റി, ഒരു എന്താണ് ക്വിക്ക് ആൻഡ് ഫാസ്റ്റ് ടൈമിൽ ഒരു ഫെസിലിറ്റിയാണ് വരാൻ പോകുന്നത്. അങ്ങനെ സമ്മിശ്ര പ്രതികരണം എന്ന് വേണമെങ്കിൽ പറയാം. ലോകത്തേക്ക് വെച്ച് ഏറ്റവും ശക്തമായി ഉള്ളൊരു മാധ്യമം എന്ന് പറയുന്ന പോലെ രാഷ്ട്രീയം എന്ന് പറയുന്ന മേഖല. അപ്പോൾ അത് കാലാകാലങ്ങളിലായി നമ്മുടെ നാടിന് വികസനങ്ങൾ ഉണ്ടാക്കുന്നുണ്ട്. അതേപോലെ തന്നെ അപസരങ്ങളും പലപ്പോഴായിട്ട് സംഭവിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. സമീപകാലം ഞാൻ അതുകൊണ്ടാണ് തുടക്കത്തിൽ പറഞ്ഞ് വാർത്തകൾ തീർച്ചയായിട്ടും ഒരു കാലത്ത് വായിപ്പിക്കുകയല്ല, ഇപ്പോൾ ചിരിപ്പിക്കുന്ന ഒരവസ്ഥയിലേക്ക് എത്തിയിരിക്കുന്നു എന്നുള്ളത്. ഇതെല്ലാം അതിജീവിച്ചിട്ട് വേണം സാർ ഈ വികസന പ്രക്രിയകളെല്ലാം പൂർത്തീകരിക്കുന്നതിന് വേണ്ടി. അപ്പോൾ ആ ഒരു പ്രഷർ ശരിക്കും ജനങ്ങൾക്കല്ലേ സംഭവിക്കുന്നത് സാധാരണക്കാർ? തീർച്ചയായിട്ടും നഷ്ടം സംഭവിക്കുന്നത് ജനങ്ങൾക്ക് തന്നെയാണ്. കാരണം രാഷ്ട്രീയ പാർട്ടികൾ തമ്മിലടിക്കുമ്പോൾ ഫൈനലി ഉണ്ടാവുന്നത് എന്താ? വികസനങ്ങൾ മാറ്റിവെക്കുക അല്ലെങ്കിൽ ഡിലേ ചെയ്യുന്നു എന്നുള്ളതാണ്. ഏത് രാഷ്ട്രീയ പാർട്ടിയും അധികാരത്തിൽ വന്നു കഴിഞ്ഞാൽ കുറേ വാഗ്ദാനങ്ങൾ നൽകും. അതേസമയം എതിർപക്ഷത്തിരിക്കുന്നവരെന്ത് ചെയ്യും? അവരെങ്ങനെയെങ്കിലും പുറകോട്ട് വലിക്കാൻ നോക്കും, അവരുടെ പ്രവർത്തനങ്ങളെ ബ്ലോക്ക് ചെയ്യാനേ ശ്രമിക്കുക, രാഷ്ട്രീയ ഭരണപക്ഷത്തിരിക്കുന്നവരെ. ഇതിൻ്റെ നഷ്ടം സംഭവിക്കുന്നത് സാധാരണക്കാരനല്ലേ? അതേസമയം ഇപ്പോൾ പ്രതിപക്ഷത്തിരിക്കുന്നവർ ഭരണപക്ഷത്ത് കയറിക്കഴിഞ്ഞാൽ ഇപ്പോൾ ഭരണപക്ഷത്തിരിക്കുന്നവർ അവർ പുറകോട്ട് വലിക്കാൻ നോക്കുന്നു. അങ്ങനെ രാഷ്ട്രീയം, നേരത്തെ പറഞ്ഞല്ലോ ഈ എന്ന് പറഞ്ഞാൽ ഇംഗ്ലീഷിൽ ലെഡാണ്. ലെഡ് പോയ്സണസ് ആണ് ലെഡ്. അതെനിക്കും തോന്നാറുണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും കുറച്ചും കൂടിയൊക്കെ ഒരു എന്താ പറയുക, ഒരു റെസ്പോൺസിബിൾ രാഷ്ട്രീയം അല്ലെങ്കിൽ പൊളിറ്റിക്സ് വന്നാൽ നല്ലതാണെന്ന് തോന്നാറുണ്ട്. കാരണം വെറുതെ എതിർക്കാൻ വേണ്ടി എതിർപ്പുകൾ കൊണ്ടുവരുന്നതിന് പകരം ക്രിയാത്മകമായിട്ട് എന്തെങ്കിലും ചെയ്തു കാണിച്ചാൽ നല്ല കാര്യമല്ലേ എന്ന് തോന്നും. തന്നെയല്ല, നമ്മുടെ നാട്ടിൽ എല്ലാവർക്കും സ്വാതന്ത്ര്യമാണ്, എല്ലാവർക്കും അമിത സ്വാതന്ത്ര്യമാണ്. രാഷ്ട്രീയക്കാരനും എല്ലാവർക്കും സ്വാതന്ത്ര്യം കൂടുതലാണ്. എനിക്ക് തോന്നാറുണ്ട് എനിക്കിത്ര സ്വാതന്ത്ര്യം വേണ്ട എന്നുള്ളത്. നമ്മൾ റോട്ടിലിറങ്ങിക്കഴിഞ്ഞാൽ എന്ത് തോന്നിയ ദിവസം കാണിക്കാം, അല്ലെങ്കിൽ റോഡ് ഡിസിപ്ലിൻ്റെ കാര്യത്തിൽ നമുക്ക് ഏത് സൈഡിൽ കൂടെ വേണമെങ്കിൽ ഓവർടേക്ക് ചെയ്യാം, ആരെ വേണമെങ്കിൽ ക്യൂ തെറ്റിക്കാം. ഇത്രയും അമിതമായിട്ടുള്ള സ്വാതന്ത്ര്യം അനുഭവിക്കുന്ന ഒരു രാജ്യം ലോകത്തിലില്ലാന്ന് എനിക്ക് തോന്നുന്നു. ഞാൻ പല വിദേശ രാജ്യങ്ങളിലും പോയിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ വെച്ച് നോക്കുമ്പോൾ നമ്മൾ അമിത സ്വാതന്ത്ര്യം അനുഭവിക്കുന്നവരല്ലേ, അതാണ് നമ്മുടെ ഒരു പ്രധാന പ്രശ്നം എന്നെനിക്ക് തോന്നാറുണ്ട്. പക്ഷേ ഇതൊക്കെ നിഷ്പ്രയാസം പരിഹരിക്കാവുന്നതേ ഉള്ളൂ അല്ലേ സാർ? പിന്നെ തീർച്ചയായിട്ടും നമുക്കൊരു സെൽഫ് ഡിസിപ്ലിൻ ഉണ്ടെങ്കിൽ, ഇപ്പോൾ റോട്ടിലാണെങ്കിൽ തന്നെ എന്താ സംഭവിക്കുന്നത്, ഈ ട്രാഫിക് ബ്ലോക്കുകളൊക്കെ പലതും ഉണ്ടാകുന്നത് തന്നെ ഈ കുത്തിക്കയറ്റി, ക്യൂ തെറ്റിച്ച്, സിഗ്നൽ തെറ്റിച്ച്, കൺഫ്യൂഷൻ ക്രിയേറ്റ് ചെയ്തിട്ടാണ്. പാവം പോലീസുകാരൻ, അതായത് അയാൾ അവിടെ നിന്നിട്ട് എന്ത് ചെയ്യാനാ? ഇത്രയും വണ്ടികളൊക്കെ കൂടി കുത്തിക്കയറ്റി കൊണ്ടുവരുമ്പോൾ എത്ര പേരുടെ കേസെടുക്കും? അപ്പോൾ ശരിക്കും പറഞ്ഞാൽ പല ട്രാഫിക് ബ്ലോക്കിൻ്റെയും അല്ലെങ്കിൽ കാരണം ഈ അമിതമായിട്ടുള്ള ദുസ്വാതന്ത്ര്യം എടുത്തിട്ടാണെന്ന് എനിക്ക് തോന്നാറുണ്ട്. സാറ് ഇങ്ങനെയൊക്കെയുള്ള ഒരു സമയങ്ങളിൽ പാസ്റ്റ് ഈസ് പാസ്റ്റ്, ഓൾവേസ് പാസ്റ്റ്, ആൻഡ് ദാറ്റ് ഈസ് പാസ്ഡ് അവേ എന്ന് പറഞ്ഞിട്ട് അങ്ങ് മറക്കുകയാണോ പതിവ്? അതോ ഇന്നലെക്കുറിച്ച് ഇപ്പോൾ എപ്പോഴും ഓർക്കാൻ പറ്റിയെന്ന് വരില്ല. സാറിൻ്റെ ജീവിതത്തിൻ്റെ ഏറ്റവും വലിയ ഒരു നിമിഷം എന്ന് പറയുന്നത് ഒരു അവയവദാനത്തിന് തയ്യാറെടുക്കുന്ന ആ നിമിഷമായിരിക്കും. അതെന്നും സാർ ഓർക്കാതിരിക്കില്ല, ഒരു നിമിഷമെങ്കിലും അത് ഓർക്കും. അതേപോലെ തന്നെ ബിസിനസ് പ്രസ്ഥാനങ്ങളിലേക്ക് എന്ന് ചെല്ലുമ്പോഴും ആദ്യമേ തന്നെ അത് തുടങ്ങാനുണ്ടായ ചിന്ത ഒരിക്കലെങ്കിലും ഒരു ഫ്ലാഷ് പോലെ പോകും, ഒരു നാനോ സെക്കൻഡ്. എങ്ങനെയാണ് സാർ ഇങ്ങനെയുള്ള അങ്ങനെ പതിവുണ്ടോ? ഞാൻ പല കാര്യങ്ങളും ചെയ്തിട്ടുള്ളത് അത്ര വലിയ കാര്യമായിട്ട് എനിക്ക് തോന്നാറില്ല. ഞാൻ ഇപ്പോൾ നേരത്തെ സൂചിപ്പിച്ചു, ഞാൻ എന്തൊരു വലിയൊരു കാര്യം ചെയ്തു. ഞാൻ പറയാറില്ല, ഞാനൊരു പഴയൊരു കിഡ്നി ഒരു ട്രക്ക് ഡ്രൈവർക്ക് കൊടുത്തു എന്നുള്ളത് അത്ര വലിയ കാര്യമൊന്നുമല്ല. കാരണം എത്രയോ പേര് അത് ചെയ്തിട്ടുണ്ട്. സ്വന്തം ബന്ധുക്കളുടെ അല്ലെങ്കിൽ സ്വന്തം കുടുംബാംഗങ്ങൾക്ക് ആവശ്യം വരുമ്പോൾ നമ്മൾ ഒരു പബ്ലിസിറ്റി ഇല്ലാതെ അത് കൊടുക്കുന്നു. ചിലർ പൈസയ്ക്ക് കൊടുക്കുന്നു. അതത്ര വലിയ സംഭവമായിട്ട് എനിക്ക് തോന്നാറില്ല. അതേമാതിരി ബിസിനസ്സിൽ വിജയിച്ചു എന്നുള്ളത് എത്രയോ പേര് ബിസിനസ്സിൽ വിജയിച്ചിട്ടുണ്ട്. അതെൻ്റെ മാത്രം എടുക്കല്ല, എൻ്റെ കൂടെ പ്രവർത്തിക്കുന്നവരുടെ എടുക്കാണ്. അപ്പോൾ ഞാൻ വലിയ നേട്ടങ്ങളൊന്നും ഉണ്ടാക്കിയെന്ന് എനിക്ക് തോന്നാറില്ല. എന്തായാലും കുറച്ചൊക്കെ നാട്ടിൽ ഒരു ചലനം ഉണ്ടാക്കാൻ പറ്റിയെന്ന് തോന്നാറുണ്ട്. ഇല്ല, ഇത് കേൾക്കുമ്പോൾ പ്രേക്ഷകർക്ക് അത്ഭുതം ഉണ്ടാവില്ല. കാരണം ഞങ്ങൾ പ്രതീക്ഷിക്കുന്ന പ്രതികരണം ഇത് തന്നെയാണ്. കാരണം ആ ഒരു
മൂഡ് ഇതാണ് എൻ്റെ, ഞാനിതാണ് എന്ന് പറയുന്ന അതാണ് കൊച്ചൗസേപ്പ് ചിറ്റലപ്പള്ളി സാർ എന്ന് പറഞ്ഞാൽ എങ്ങനെയാണ് വേറിട്ട് നിൽക്കണമെന്ന്. പിന്നെ മുമ്പേ പറഞ്ഞുവല്ലോ, ഞാനൊന്നും പ്രത്യേകിച്ചും ചെയ്തില്ല, ഒരു പഴയ ഒരു ഇത്രയും അല്ലെങ്കിൽ ഒരു ഏജ് അല്ലെങ്കിൽ ഒരു സാധനം കൊടുത്തു എന്ന് മാത്രമേ ഉള്ളൂ, എത്ര പേര് ചെയ്യുന്നു. അതങ്ങനെയല്ല സാർ. ഇതിലൊരു ഒരു ബിസിനസ്മാൻ്റെ ഒരു ചിത്രം ഒരു സൈഡിൽ, അതിനേക്കാളുപരി മനുഷ്യത്വപരമായിട്ട് ചിന്തിക്കുക, ഒരു എനർജി സമ്മാനിക്കുക എന്ന് പറയുന്ന മനസ്സ് വേറൊരു സൈഡിൽ, ഇതെല്ലാം കൂടി ഒരാളിൽ സമ്മേളിച്ച് വരുമ്പോഴാണല്ലോ സാർ എല്ലാവരും ഈ പറഞ്ഞ പോലെ അതിനെക്കുറിച്ച് ആലോചിക്കാനും ചിന്തിക്കാനും ഇടവരുന്നത് സാർ. അതാണ് അതിൻ്റെ പ്രധാനപ്പെട്ട. ഞാൻ തീർച്ചയായിട്ടും അത്ര വലിയ ചിന്ത അല്ല എനിക്ക് തോന്നാറ്. കാരണം ഞാനെല്ലാം താങ്ങി പിടിച്ച് നിൽക്കുന്നു. അതായത് ഈ ഉത്തരം താങ്ങുന്ന പല്ലിയപ്പാർ ഞാനാണ്, അല്ലെങ്കിൽ ഞാൻ കൈയിട്ട് എടുത്താലെല്ലാം ആകാശം ഇടിഞ്ഞ് താഴെ വീഴും. ഒരിക്കലും ഞാനങ്ങനെ ചിന്തിക്കാറില്ല. കാരണം എനിക്ക് എന്നെപ്പോലെ തന്നെ ധാരാളം കഴിവുള്ളവരുണ്ടെന്നേ. അപ്പോൾ ബിസിനസ്സിലായാലും ഉണ്ട്. പക്ഷേ അതിൻ്റെ കൂട്ടത്തിൽ ഞാനും ചില ചില കാര്യങ്ങൾ ചെയ്യുന്നു. അത് ചിലതൊക്കെ സക്സസ് ആവുന്നു, ചിലതൊക്കെ ഞാൻ ചെയ്തിട്ടുള്ള മണ്ടത്തരങ്ങൾ എന്തൊക്കെ ഉണ്ടെന്നുള്ളത് ഇവിടെ തുറന്നു പറയാൻ പറ്റില്ലല്ലോ. എത്രയോ പാളിച്ചകൾ പറ്റിയിരിക്കുന്നു, എത്രയോ മണ്ടത്തരങ്ങൾ ചെയ്യുന്നു. എന്നാലും പക്ഷേ ജീവിതം മുന്നോട്ട് പോകുന്നു. അങ്ങനെ വേണം നമ്മളതിനെ എടുക്കാമെന്ന് എനിക്ക് തോന്നുന്നത്. അത് മണ്ടത്തരങ്ങളാണെന്ന് സാറ് തിരിച്ചറിയുന്നത് എപ്പോഴാണ് സാർ? അതിന് ശേഷം അത് പരാജയപ്പെട്ട് കഴിയുമ്പോഴോ അല്ലെങ്കിൽ തീർച്ചയായിട്ടും ഇപ്പോൾ വി-ഗാർഡ് തന്നെ ഞാൻ പറയാം, ധാരാളം പല പ്രോഡക്ട്സും നമ്മൾ തുടങ്ങിയിട്ട് വിജയിക്കുന്നു, വലിയ പ്രതീക്ഷയോട് കൂടി തുടങ്ങിയിട്ടുള്ള പല പ്രോഡക്റ്റും മാർക്കറ്റിൽ നിന്ന് വിഡ്രോ ചെയ്തിട്ടുണ്ട്. ഞാൻ പറയും, ഒരാളെ സക്സസ്ഫുൾ ആക്കുന്നത് പാളിച്ചകളിൽ പതറാതെയും വിജയങ്ങളിൽ അഹങ്കരിക്കാതെയും മുന്നോട്ട് പോവുകയാണെങ്കിൽ അയാൾ ഒരു ലോങ് ടേം സക്സസ് നേടാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നു. അതേസമയം മറിച്ച് പാളിച്ചകൾ വരുമ്പോൾ പതറുകയും വിജയം വരുമ്പോൾ അഹങ്കരിക്കുകയും ചെയ്യാൻ തുടങ്ങിയ അയാൾ താഴെ വീഴും എന്നൊരു വിശ്വസിക്കുന്ന ആളാണ് ഞാൻ. എത്ര വലിയൊരു പാഠമാണത്. പാളിച്ച് വന്നു കഴിയുമ്പോൾ അതിലൊരിക്കലും പതറാതിരിക്കുക. അതുപോലെ എത്ര കണ്ട് വിജയം സമ്മാനിച്ചാലും അതിൽ അഹങ്കാരം പ്രകടിപ്പിക്കാതെ സമൂഹവുമായിട്ട് ഇടപഴകാനായിട്ട് കഴിയുക എന്നുള്ളത്. സാറ് അന്നും എന്നും എന്നും ഒരു ശുഭാപ്തി വിശ്വാസിയാണ്. ഞാൻ കോൺഫിഡൻ്റ് ആണ് എന്ത് കാര്യത്തിലും എന്ന കരുതിക്കോട്ടെ. ഇത് തീർച്ചയായിട്ടും ഞാൻ തുടക്കം തൊട്ടേ അങ്ങനത്തെ ഒരു ആറ്റിറ്റ്യൂഡുള്ള ആളാണ്. കാരണം എപ്പോഴും നമുക്കൊരു ശുഭാപ്തി വിശ്വാസം, പോസിറ്റീവ് തിങ്കിങ് ആറ്റിറ്റ്യൂഡ്, വിജയിക്കും എന്നുള്ളൊരു ചിന്താഗതി ഉണ്ടെങ്കിലേ കാര്യങ്ങൾ വിജയിക്കുകയുള്ളൂ. അതല്ലെങ്കിൽ അയ്യോ അത് വിജയിക്കില്ലേ എന്ന് സംശയിക്കാൻ തുടങ്ങിയാൽ അപ്പം തന്നെ അടിപതറും, കാലിടറും. അത് തന്നെ ദോഷമാണ്. അപ്പോൾ നമുക്ക് ആദ്യം വേണ്ടത് ഉൾക്കരുത്ത്, ആത്മവിശ്വാസം, ആത്മധൈര്യം, അതൊക്കെയാണ്. ഞാനൊരു പരിധിവരെ ഈ ആത്മവിശ്വാസം നേടിയെടുത്ത ആളാണ്. എൻ്റെ ഒരു അഭിപ്രായത്തിൽ ഞാൻ കോളേജിൽ പഠിച്ചിരുന്ന കാലത്ത് അങ്ങനെ ഒരു വലിയൊരു മിടുക്കനായിട്ടുള്ള ആളായിരുന്നില്ല എന്ന് എനിക്ക് തോന്നുന്നത്. കാരണം കുറേയൊക്കെ ഒരു ഇൻട്രോവേർട്ടായിരുന്നു എന്ന് വേണമെങ്കിൽ പറയാം. കാരണം എനിക്ക് ഒരു ലാർജ് ഓഡിയൻസിനെ അഡ്രസ്സ് ചെയ്യാനോ അല്ലെങ്കിൽ ഒരു പബ്ലിക് സ്പീക്കിംഗ് നടത്താനൊക്കെ വളരെ പേടിയായിരുന്നു. മുട്ട് വിറയ്ക്കും, മുട്ട് കുട്ടിയടിക്കും. അപ്പോൾ ഇതൊന്ന് മാറ്റിയെടുക്കണമെന്ന് ഞാൻ തീരുമാനിച്ചു ബിസിനസ് തുടങ്ങിയതിന് ശേഷം. കാരണം ഒരു ഗ്രൂപ്പ് നമ്മുടെ ഡീലേഴ്സിനെയൊക്കെ ഒന്ന് അഡ്രസ്സ് ചെയ്യണമെങ്കിൽ. അപ്പോൾ ഞാൻ മനഃപൂർവ്വം അതിന് വേണ്ടിയിട്ടുള്ള പബ്ലിക് സ്പീക്കിംഗ് കോഴ്സുകൾ അറ്റൻഡ് ചെയ്തു. അങ്ങനെ ഞാൻ എൻ്റെ ആ ഒരു ഭയം മാറ്റിയെടുത്തു. അതുപോലെ തന്നെ ഇപ്പോൾ ഇംഗ്ലീഷ് ഞാൻ വളരെ പൂറായിരുന്നു. ഇംഗ്ലീഷ് സ്പീക്കിംഗ് എബിലിറ്റി, പ്രത്യേകിച്ച് നമ്മൾ നാട്ടിൻപുറത്ത് പഠിക്കുന്നു, പിന്നെ തൃശ്ശൂർ കോളേജിൽ പഠിക്കുന്നു. അവിടെ ഇംഗ്ലീഷ് പറയാനൊക്കെ മടിയാണ്, പക്ഷെ എഴുതുമായിരിക്കാം. അപ്പോൾ അതൊന്ന് മാറ്റിയെടുക്കണമെന്ന് തീരുമാനിച്ചു. അപ്പോൾ അതിനുവേണ്ട ക്ലാസ്സുകൾ അറ്റൻഡ് ചെയ്യാൻ തുടങ്ങി. അതിലെന്നെ സന്തോഷിപ്പിച്ച വേറൊരു കാര്യം ഉണ്ടായിരുന്നു. ഞാൻ ഈ അടുത്ത ഇടയ്ക്ക് ചൈനയിൽ പോയി കഴിഞ്ഞു. അവിടെ ഞങ്ങൾ കുറേ പാർട്സൊക്കെ അവിടെ നിന്ന് ഇമ്പോർട്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ അവിടെ വലിയൊരു ലീഡിങ് കമ്പനിയിൽ നിന്നാണ് കുറേ പാർട്സൊക്കെ വരുന്നത്. അപ്പോൾ അവിടെ ചെന്ന് കഴിഞ്ഞപ്പോൾ തീർച്ചയായിട്ടും റെഗുലറായിട്ട് ഇമ്പോർട്ട് ചെയ്യുന്ന കാരണം കൊണ്ട് നല്ലൊരു അറ്റൻഷനാണ്. അവിടുത്തെ എക്സ്പോർട്ട് മാനേജർ ഞങ്ങളെ റിസീവ് ചെയ്യുന്ന, അയാൾ നല്ല ഇംഗ്ലീഷൊക്കെ പറയുന്നു. അയാൾ ഞങ്ങളെ അയാളുടെ MD ചെയർമാൻ്റെ ക്യാബിനിൽ കൊണ്ടുപോയി. അപ്പോൾ ഈ എക്സ്പോർട്ട് മാനേജർ അടുത്തിരിക്കുന്നുണ്ട്, ഞാൻ ഇപ്പുറത്തിരിക്കുന്നുണ്ട്. വന്ന വശം തന്നെ ഇയാൾ ഈ MD ചെയർമാൻ ഭയങ്കരമായിട്ട് സംസാരിക്കാൻ തുടങ്ങി. എനിക്കൊന്നും മനസ്സിലാകുന്നില്ല. അയാൾ എന്നോടുള്ള ആ ഒരു ആദരവ് കൊണ്ട് സംസാരിക്കുകയാണ്. അപ്പോൾ ഞാൻ ഇയാളോട് പറഞ്ഞു, പ്ലീസ് ആസ്ക് ഹിം ടു സ്പീക്ക് ഇൻ ഇംഗ്ലീഷ്. അപ്പോൾ ഇയാൾ എന്നോട് ചെവിയിൽ പറഞ്ഞു, സർ ഹീ സ്പീക്കിംഗ് ഇൻ ഇംഗ്ലീഷ് ഓൺലി. അയാളുടെ ആക്സെൻറ്റ് നമുക്ക് മനസ്സിലാകുന്നില്ല, കാരണം പുള്ളി നമുക്ക് പിടികിട്ടുന്നില്ല. അപ്പോൾ ഞാൻ വിചാരിച്ചു അതിനേക്കാളൊക്കെ എത്രയോ ഭേദമാണ് എൻ്റെ ആക്സെൻറ്റ് എന്നൊരു ആത്മവിശ്വാസം എനിക്കുണ്ടായി എന്നർത്ഥം. ഞാൻ പറഞ്ഞു വരുന്നത്, നമ്മുടെ ആക്സെൻറ്റൊക്കെ മോശമായിരിക്കാം, പക്ഷേ നമ്മുടെ കമ്മ്യൂണിക്കേഷൻ ക്ലിയർ ആയിരിക്കണം, ബെറ്റർ ആയിരിക്കണം. അത് എനിക്ക് പറ്റും. അങ്ങനെ
ഓരോരോ കാര്യങ്ങൾ മാറ്റിയെടുക്കാൻ ശ്രമിച്ചാൽ നമ്മുടെ ആത്മധൈര്യം കൂടുമെന്ന് എനിക്ക് തോന്നുന്നു. ഞാൻ ചോദിക്കട്ടെ സാർ, 24 മണിക്കൂറുള്ള ഒരു ദിവസത്തിൽ എപ്പോഴും ബിസിനസ്സിനെ കുറിച്ചുള്ള ചിന്ത, എപ്പോഴും വളർച്ചയെക്കുറിച്ച് അല്ലെങ്കിൽ ഇനിയുള്ള പ്രസ്ഥാനത്തെക്കുറിച്ചുള്ള ചിന്ത, എപ്പോഴാണ് സാർ ഇതിൻ്റെ ഒരു റിലാക്സ് ചെയ്യുന്നൊരവസ്ഥ എന്ന് പറഞ്ഞാൽ? മനസ്സിനെ എപ്പോഴും പറയല്ലോ റിലാക്സ് റിലാക്സ് എന്ന് പറയുന്ന പോലെ തന്നെ എങ്ങനെയാണ് ആ ഒരു റിലാക്സേഷൻ ലഭിക്കുക? എൻ്റെ ഒരു കാര്യത്തിൽ ഞാൻ തുടക്കത്തിൽ രാവിലെ തൊട്ടേ റിലാക്സ്ഡ് ആണ്, ഉച്ചയ്ക്കായാലും ഞാൻ റിലാക്സ്ഡ് ആണ്, വൈകുന്നേരം ആണെങ്കിലും ഞാൻ റിലാക്സ്ഡ് ആണെന്ന് എൻ്റെ ഒരു അസസ്മെൻറ്റ്. ചില കാര്യങ്ങൾക്കൊക്കെ ശുണ്ടി വരും, അത് വേണമല്ലോ, അല്ലെങ്കിൽ പിന്നെ ബാക്കിയുള്ളവർ നമ്മുടെ തലയിൽ കയറി ഇരുന്ന് ഇറങ്ങും. അതർവൈസ് ഐ നോ ഹൗ ടു മാനേജ് മൈസെൽഫ് എന്ന് എനിക്ക് തോന്നാറുണ്ട്. പിന്നെ ചില നേരത്ത് ദേഷ്യം അഭിനയിക്കും മറ്റുള്ളവരെ നിന്ന് ട്രിഗർ ചെയ്യാൻ വേണ്ടിയിട്ട്, അതും ചെയ്യാറുണ്ട്. ഈ പത്രങ്ങളിൽ പലപ്പോഴും കാണാറുണ്ട് മന്ത്രിമാർക്കും അതേപോലെ തന്നെയുള്ള രാഷ്ട്രീയത്തിലുള്ളവർക്ക് ഞെട്ടാൻ അവകാശമുള്ളൂ. അവർക്ക് തൊട്ട് താഴെ വർക്ക് ചെയ്യുന്ന IAS ഓഫീസേഴ്സിനോ കളക്ടേഴ്സിനോ ഒന്നും ഇപ്പോൾ എന്തെങ്കിലും ഒരു അപകടം സംഭവിച്ചു കഴിഞ്ഞാൽ ഞെട്ടി എന്ന് കേൾക്കാം. പക്ഷേ ഇവർക്ക് ഞെട്ടാൻ അവകാശമില്ല. കാരണം ഇവർ ആ സമയത്ത് അവിടെ എത്തി അതിന് പരിഹാരം ഉണ്ടാക്കുക, നെക്സ്റ്റ് എന്ത് സംഭവിച്ചു എന്ന് അതിൻ്റെ സൊല്യൂഷൻ എന്താണെന്ന് ആലോചിക്കുക. ഇവർക്ക് വേണമെങ്കിൽ ഞെട്ടിയിരിക്കാം. നാട്ടുകാർപ്പാണ് പറഞ്ഞത്, ഞാൻ പറഞ്ഞു വന്നത് അതിൻ്റെ അർത്ഥം ഞാൻ എനിക്ക് തോന്നുന്നത്, അതായത് എന്താ പറയുക, ഞങ്ങളുടെ നാട്ടിലൊക്കെ പറയും കാരണന്മാർക്കും അടുപ്പിലും ആവാം. അതായത് നിങ്ങൾക്ക് അധികാരം ഉണ്ടെങ്കിൽ എന്തും ആവാമെന്നും, അല്ലാത്തവർക്ക് പ്രതികരണശേഷി ഇല്ല, അവർക്ക് അവരുടെ അഭിപ്രായങ്ങൾ റേസ് ചെയ്യാനുള്ള അവകാശമില്ല എന്നുള്ള ഒരു ആറ്റിറ്റ്യൂഡാണ്. അത് തന്നെ പറയുമ്പോൾ എനിക്ക് തോന്നാറുണ്ട് എപ്പോഴും നമ്മൾ കളിയാക്കിയിട്ടെങ്കിലും ബോസ് ഈസ് റൈറ്റ് ഓൾവേസ് എന്ന് പറയും. അതായത് അയാളെ ചോദ്യം ചെയ്യാൻ പറ്റില്ല, അയാൾക്കെതിരായിട്ട് സംസാരിക്കാൻ പറ്റില്ല. അതൊരു നല്ല ആറ്റിറ്റ്യൂഡല്ല എന്ന് എനിക്ക് തോന്നുന്നു. കാരണം ഓരോ നമ്മുടെ കീഴ് ജീവനക്കാരും സബോർഡിനേറ്റ്സും അവർക്കും കഴിവുണ്ട്, അവരെ പ്രോത്സാഹിപ്പിക്കണം എന്ന് പറയാറുണ്ട് ഞാൻ പലപ്പോഴും. ഞാനത് ചെയ്യാറുണ്ട്. പലപ്പോഴും പല കൊച്ചു കൊച്ചു ആശയങ്ങൾ വരുന്നത് പോലും ചിലപ്പോൾ ലോവർ ലെവലിൽ നിന്നായിരിക്കും. അപ്പോൾ അതാണ് ഞാൻ നേരത്തെ പറഞ്ഞ ടീം വർക്കിനെ പറ്റിയിട്ട് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ. എന്തായാലും പുലർകാലത്തിൽ പ്രത്യേകിച്ച് ഒരു ചോദ്യാവലിയോ അങ്ങനെയൊന്നും ഇല്ലാതെയാണ് ഒരു ചായ ഇങ്ങനെ സിപ്പിക്കുക, കുറച്ച് കാര്യങ്ങൾ, കുറച്ചല്ല വലിയ വലിയ കാര്യങ്ങൾ അറിയാൻ പറ്റുക എന്നൊക്കെ പറയുന്നത്. ഈ ഡിസംബർ മാസം, വൃശ്ചിക മാസം എന്നൊക്കെ പറഞ്ഞാൽ തൃശ്ശൂരിനെ സംബന്ധിച്ചിടത്തോളം വൃശ്ചികക്കാറ്റിൻ്റെ ഒരു കാലമാണ്. അതായത് വയനാടൻ ചുരം ഇറങ്ങി വരുന്ന ഒരു കാറ്റ് രാവിലെ ഇതേപോലെയുള്ള പ്രഭാതങ്ങളെയൊക്കെ ഗംഭീരമാക്കും. വഴി നീളെ വാഗയുടെ പൂക്കളൊക്കെ ഇങ്ങനെ വീണ റോഡിൽ കൂടി കിടക്കുക. എന്നാൽ മണ്ഡലകാലത്ത് അയ്യപ്പന്മാർ ഒരു സൈഡിൽ കൂടി ഇങ്ങനെ പോകുന്നു. ഒക്കെ തൃശ്ശൂരിൻ്റെ വ്യത്യസ്ത ചിത്രങ്ങളാണ്. കൊച്ചിയിലേക്ക് വരുമ്പോഴും അങ്ങനെയുള്ള ഒരു വേറെ ചിത്രം കൊച്ചിയിൽ എന്ന് പറയുമ്പോൾ. സാറ് വളരെ സന്തോഷത്തോടെ പറഞ്ഞു, ശരിയാണ് മെട്രോ വരുന്നത് നന്നായി, എങ്കിലും ഏതോ ഒരു രസികൻ പറഞ്ഞതുപോലെ ഇനി കുറച്ച് നാൾ കഴിയുമ്പോൾ കൊച്ചിക്കാരുടെ ജീവിതം തൃശങ്കു സ്വർഗത്തിലായിരിക്കും, എയറിലായിരിക്കും, താഴെയെല്ലാം മുകളിലുമില്ല എന്ന് പറയുന്ന പോലെ എല്ലാം ശരിയാണ്. എങ്കിലും ചോദിക്കുന്നു, ഈ ഒരു മൂഡ് മുന്നോട്ട് കൊണ്ടുപോവുക അല്ലെങ്കിൽ അതിനെ നിലനിർത്തി കൊണ്ടുപോവുക, അത് കുടുംബത്തിലേക്ക്, മക്കളിലേക്ക് എത്തിക്കുക, 2 ആൺകുട്ടികളിലേക്ക്, അവരേത് രീതിയിലാണ് സാർ ഈ ക്വാളിറ്റീസിൻ്റെ? തീർച്ചയായിട്ടും രണ്ടുപേരും 2 ആൺമക്കളാണ്, അരുൺ ആൻഡ് മിഥുൻ. അവർ രണ്ടുപേരും ബിസിനസ്സിൽ ജോയിൻ ചെയ്തു, വർഷങ്ങളായി. തുടക്കത്തിലൊക്കെ അവരെന്നെ ഹെൽപ്പ് ചെയ്യായിരുന്നു. പിന്നെ എനിക്ക് മനസ്സിലായി അവർക്കും കാര്യങ്ങൾ ഭംഗിയായിട്ട് മാനേജ് ചെയ്യാൻ സാധിക്കും. അപ്പോൾ അവർക്ക് പൂർണ്ണമായിട്ട് വിട്ടുകൊടുത്തു. അവരാണിപ്പോൾ കാര്യങ്ങൾ നോക്കുന്നത്. പ്രത്യേകിച്ച് വി ഗാർഡിൻ്റെ മാനേജ്മെൻ്റ് ആയാലും ശരി, വണ്ടർലയുടെ മാനേജ്മെൻറ്റ്, ഞാനതിനകത്ത് തീരെ ഡെയിലി ഇൻവോൾവ് ചെയ്യാത്ത ഒരാളാണ്. അവർക്ക് പൂർണ്ണമായിട്ട് അധികാരം വിട്ടുകൊടുത്താൽ അവരുടെ കഴിവുകൾ തെളിയുള്ളൂ എന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ. അല്ലാതെ നമ്മളെപ്പോഴും ഒരു ചരട് നമ്മുടെ കയ്യിൽ വെച്ചുകൊണ്ട് അങ്ങനെ ചെയ്യടാ അത് ചെറിയൊരു കറങ്ങനെ കളിപ്പിക്കുന്ന മാതിരിയായിരിക്കും. അതുപോരാ, പൂർണ്ണമായിട്ട് അതിൻ്റെ ഗുണം അവർക്ക് തന്നെ ദോഷം അവർക്ക് തന്നെ എന്ന് അവർക്ക് തോന്നണം. അപ്പോൾ അങ്ങനെ പൂർണ്ണമായിട്ട് വിട്ടുകൊടുത്ത കാരണം കൊണ്ടാണെന്ന് എനിക്ക് തോന്നുന്നത് അവർ ഫുള്ളി ഇൻവോൾവ്ഡാണ്, ഫുള്ളി കമ്മിറ്റഡാണ്, ഫുള്ളി കൺസേൺഡാണ്. അപ്പോൾ പിന്നെ എൻ്റെ ജോലി പകുതിയായി, എനിക്ക് വേറെ മേഖലകളിൽ ശ്രദ്ധിക്കാൻ പറ്റും. അങ്ങനെയുള്ള ഗുണങ്ങളുണ്ട്. ഇന്ന് പുലർകാലത്തിൽ വന്നുകൊണ്ട് നടത്തം മുടങ്ങിയോ? ഇല്ല, അത് കഴിഞ്ഞിട്ടാണ് ഇവിടേക്ക് എത്തിയത്. അതെ. വളരെ സന്തോഷമുണ്ട്.
പുലർകാലത്തിൽ അതിഥിയായിട്ട് എത്തുക. ഇയോൻറ്റിയുടെ ടേസ്റ്റ് തീർച്ചയായിട്ടും സംസാരം മധ്യേ ഒരു രസം പകർന്നു എങ്കിൽ കൂടി കുറച്ച് ചിന്തിക്കുക, കുറേ കാര്യങ്ങൾ മനസ്സിലാക്കുക. അതൊക്കെയാണ് തലമുറകളിൽ നിന്നും തലമുറയിലേക്ക് പകരേണ്ട പ്രധാനപ്പെട്ട കാര്യങ്ങളെന്ന് എനിക്കറിയാം. ഞാൻ സാറിന് തരാനായിട്ടൊരു സമ്മാനം, ഞങ്ങളുടെ സമ്മാനം പുലർകാലത്തിൻ്റെ ക്രിസ്മസ് കാലം പുതുവത്സരം എന്നതിനേക്കാളുപരി ഞങ്ങളുടെ ഓൾ ടീമിൻ്റെ ഈ ഒരു ഉപഹാരം അങ്ങ് സ്വീകരിക്കാൻ വിനീതമായിട്ട് അപേക്ഷിക്കുന്നു. താങ്ക് യു, ഓൾ ദി ബെസ്റ്റ്. വളരെ സന്തോഷം സാർ. താങ്ക് യു വെരി മച്ച്. പുലർകാലത്തിൻ്റെ ഈ ഭാഗം ഇവിടെ ഉപസംഹരിക്കുന്നു. ഇയോൻറ്റി പുലർകാലം എല്ലാ ദിവസവും പ്രിയപ്പെട്ട പ്രേക്ഷകരിലേക്ക് ഇതേപോലെ പോസിറ്റീവ് എനർജി സമ്മാനിച്ചുകൊണ്ടാണ് എത്തുക. തീർച്ചയായിട്ടും ഓരോ ദിവസവും പല പല പ്രശ്നങ്ങളിൽ കൂടിയിട്ടാണ് നമ്മുടെ ജീവിതം മുന്നോട്ട് പോകുന്നത്. അത് തുറന്നു പറയാനൊരാളില്ലാത്തതാണ് ഏറ്റവും വലിയ പ്രശ്നം. പണ്ട് കാലത്ത് നല്ലൊരു സുഹൃത്തിനെ കാണാൻ നമ്മൾ ഇങ്ങോട്ട് നോക്കിയാൽ മതിയായിരുന്നു. ഇപ്പോൾ നമ്മളെല്ലാവരും സുഹൃത്തിനെ നോക്കാൻ ഇങ്ങോട്ട് നോക്കുന്നത്, ഫേസ്ബുക്കിലോ വാട്സാപ്പിലോ ഒക്കെ. ആ കാലത്തിൽ നിന്നും ഏത് ദൂരനാട്ടിൽ നിന്നും നമ്മുടെ നാട്ടിലേക്കുള്ള ഒരു ഉൾക്കാഴ്ച. തീർച്ചയായിട്ടും വീണ്ടും സന്ധിക്കാം. നല്ലൊരു ദിവസം ആശംസിക്കുന്നു. താങ്ക് യു വെരി മച്ച്. താങ്ക് യു വെരി മച്ച്.